പാസ്റ്റർ അനീഷ് ഹല്ലിയ ദേവദാസിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം നമുക്കെല്ലാം സുപരിചിതനായ ദേവദാസനാണ് പാസ്റ്റർ അനീഷ്. അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ അടുത്ത ഒരു മണിക്കൂർ ദൈവവചനം കേൾക്കാൻ പോകുന്നത്. ഹല്ലിയ പാസ്റ്റർ അനീഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ കഴിഞ്ഞ ഹല്ലിയ രണ്ടിൽ പരം വർഷങ്ങളായിട്ട് അദ്ദേഹത്തോട് ഹല്ലിയ ഷിക്കാഗോ പ്രയർ ലൈനിൽ സഹകരിപ്പാൻ ഇടയാക്കി. ഞങ്ങൾ രണ്ടുപേരും ഒരു ഹല്ലിയ താലൂക്കിൽ നിന്നുള്ളവരാണ്, ചെങ്ങന്നൂർ താലൂക്കുകാരാണെന്നെങ്കിലും ഇവിടെ വന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ഒരു കോമൺ ഫ്രണ്ട് വഴിയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുവാൻ ഇടയായത്. അദ്ദേഹത്തെ ഹല്ലേലൂയ സഹകരിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈസ് വെരി സിമ്പിൾ മാൻ ഓഫ് ഗോഡ്. ഹല്ലേലൂയ ഒരു പ്രൗഢിയില്ലാതെ ദൈവത്തെ ഹല്ലേലൂയ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. നമ്മൾ ദേവദാസന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈല് ഹല്ലേലൂയ നടത്തുന്നവരുണ്ട്. അതൊന്നും തെറ്റാണെന്നൊന്നും പറയാൻ എനിക്ക് ഹല്ലേലൂയ തിയോളജി ഒന്നും അത്രയൊന്നും അറിയത്തില്ല. എങ്കിലും ഹല്ലേലൂയ ദേവദാസനെ കുറിച്ച് കേൾക്കുമ്പോൾ ഹല്ലേലൂയ ദേവദാസൻ ഹല്ലേലൂയ പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരു ദേവദാസനാണെന്ന് ഹല്ലേലൂയ അറിയുവാൻ ഇടയാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകളിലൊക്കെ അത് ഹല്ലേലൂയ മാതൃകയാക്കുവാൻ ഇടയാക്കുന്നു. അദ്ദേഹം ഹല്ലേലൂയ ഷിക്കാഗോ പ്രയറിന് നേതൃത്വം കൊടുക്കുമ്പോൾ തന്നെ മറ്റുള്ള ഹല്ലേലൂയ പ്രയർ ലൈൻസിനെയും ഹല്ലേലൂയ ഒരുപോലെ സഹകരിപ്പിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സിസ്റ്റർ സുജ, അദ്ദേഹത്തിൻ്റെ വൈഫ്, ആ പ്രിയ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കരിങ്ങാട്ടിലെ ചെങ്ങന്നൂര് ഹല്ലേലൂയ വളരെ പ്രമുഖമായ ഒരു കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയാണല്ലോ പാസ്റ്റർ അനീഷ്. അദ്ദേഹത്തെ ഹല്ലേലൂയ വിളിച്ച് വേർതിരിച്ച് ഓർത്ത് ആ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ അദ്ദേഹം ഒരു പുരോഹിതനായിട്ട് പോകാനായിട്ട് തയ്യാറെടുത്ത് അതിനുള്ള സെമിനാരി പഠനങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആയിരിക്കുമ്പോഴാണ് ദൈവം എങ്ങനെ ഹല്ലേലൂയ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ഹല്ലേലൂയ ആ രാജകീയ കർത്താവ് യേശു ക്രിസ്തുവിനെ പിൻപറ്റുവാൻ രാജകീയ പുരോഹിത വർഗമായി തീരുവാൻ അദ്ദേഹത്തിൻ്റെ വിളി അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അദ്ദേഹത്തെ നമുക്ക് ശ്രമിക്കുമ്പോൾ നമ്മളെ തന്നെ താഴ്ത്തി ദൈവസേനയിലായിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. എല്ലാവരെയും ഈ ജയറാം മിനിസ്ട്രി പ്രയറിലേക്ക് സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൽ ആദരണീയനായ റെജി കോഷി ബ്രദർ, അതുപോലെ തന്നെ പതിവായിട്ട് ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനിതനായ വിൽസൺ ബ്രദർ, മറ്റ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ അന്നമ്മ ഈശോ സിസ്റ്റർ, പ്രാർത്ഥിച്ചതായ ദൈവകുഞ്ഞുങ്ങൾ, താല്പര്യത്തോടുകൂടെ ഈ പ്രയർ ലൈനിൽ എല്ലാ ആഴ്ചയും സംബന്ധിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം ആദ്യമായി അറിയിക്കുന്നു. റെജി കോഷി ബ്രദർ എന്നെക്കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി പറയട്ടെ. സാധാരണ ഇതുപോലെയൊക്കെയുള്ള വളരെ കേൾക്കാൻ ഇമ്പമുള്ള നല്ല വാക്കുകൾ ആളുകൾ പറയുന്നത് മരിച്ചു കിടക്കുമ്പോഴാണ്. എന്നാൽ ജീവനോടെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് നമ്മുടെ സ്നേഹിതർക്കും മറ്റുള്ളവർക്കും ഒക്കെ ഇങ്ങനെ നല്ല വാക്കുകൾ പറയുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ഏതായാലും കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ എല്ലാ വാക്കുകൾക്കും നന്ദി. എന്താണ് കർത്താവ് നമ്മളെ നടത്തുന്ന വിധങ്ങളെക്കുറിച്ച് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇവിടെ അമേരിക്കയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ സീ ഗ്ലാസ് ഓൾവേസ് ഹാഫ് ഫുൾ. നമുക്ക് ഒരു ഗ്ലാസ് പാല് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസ് തരികയാണെങ്കിൽ പകുതി ഗ്ലാസ്സാണ് തരുന്നതെങ്കിൽ, സാധാരണ നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് മുഴുവൻ തരും. ഇപ്പോൾ പകുതിയാണ് തരുന്നതെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇതെന്താ പകുതിയേ ഉള്ളല്ലോ, ബാക്കി പകുതി എവിടെ പോയി എന്ന് ആണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് ഹാഫ് എം ടി ആണ് എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നത് ഹാഫ് ഫുള്ളാണ്, പകുതി ഉണ്ടല്ലോ. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. കർത്താവ് നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ ഓരോ ദിവസവും നമ്മൾ എത്രത്തോളം സന്തോഷമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. പ്രത്യേകമായിട്ട് നമ്മൾ കോവിഡിൻ്റെ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ കണ്ടു. അന്ന് കേട്ടത് ഇതാണ്, നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക, ഇല്ലാത്തതിനെക്കുറിച്ച് നമ്മൾ പരാതിപ്പെടുക. ഇഫ് യു ആർ ഏബിൾ ടു ബ്രീത്ത്, ബി താങ്ക്ഫുൾ. അന്ന് നമ്മൾ കണ്ടല്ലോ, ശ്വസിക്കുന്നതിന് തന്നെ ഒരു ദിവസം എത്ര രൂപയുടെ ഓക്സിജനാണ് ചിലർ മുടക്കേണ്ടി വന്നത്. നമുക്ക് കർത്താവ് ചെയ്യുന്ന ഉപകാരങ്ങളെക്കുറിച്ച് നമ്മൾ നന്ദിയുള്ളവരായിരിക്കാം. ഇന്ന് അധികം ആളുകളെ കാണുന്നില്ല. ഒരുപക്ഷെ ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുകയായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എന്താണെങ്കിലും കർത്താവ്
ഇന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വരുവാൻ ആഗ്രഹിച്ചിട്ടും കഴിയാതെ പോയവരെയും അവരായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രയർ ലൈന് നേതൃത്വം കൊടുക്കുന്ന ജോയ് സിസ്റ്ററിനും കുടുംബത്തിനും ആ കർത്താവ് എല്ലാവിധ അനുഗ്രഹങ്ങളും തുടർന്ന് നൽകട്ടെ. ഈ പ്രയർ ലൈൻ കൂടുതൽ 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 ശക്തമായി വരട്ടെ, അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഷിക്കാഗോ പ്രയർ ലൈനിലും ജോയ് സിസ്റ്ററും ഈ പ്രയർ ലൈനിൽ വരുന്ന പലരും, റിജി കോശി ബ്രദറും പലരും വളരെ സജീവമായി പങ്കെടുക്കുന്നു. അതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമുക്ക് ഒരുമിച്ച് ഐക്യമത്യത്തോടുകൂടെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഈ നാളുകളിൽ നിലനിൽക്കുക. വളരെ ദുർഘടം പിടിച്ച നാളുകളാണ് ഈ നാളുകളിൽ. കർത്താവിന് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും കാതലായിട്ടുള്ള കാര്യം. ഞാൻ ഇന്ന് നമ്മുടെ ചുരുക്കമായിട്ട് ചിന്തയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ ധ്യാനിക്കുന്നതായിട്ടുള്ള ദിവസങ്ങളാണല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യം ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. എന്നത്ര കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്, ഒരുപക്ഷെ നമ്മളെല്ലാവരും ഈ പ്രയർ ലൈനിൽ ഞാൻ ആദ്യം ഷിക്കാഗോ പ്രയർ ലൈൻ ഞങ്ങൾ ആരംഭിച്ചപ്പോൾ അതിൻ്റെ ഉദ്ദേശം അക്രൈസ്തവരായിട്ടുള്ള ആളുകൾ, വിശ്വാസികളല്ലാത്ത ആളുകൾ വന്ന് കേൾക്കണം, അവർക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള ചിന്തയിലാണ് ആരംഭിച്ചത്. എന്നാൽ പെന്തുക്കോസുകാരായ നമ്മൾ തന്നെയാണ് ആ പ്രയർ ലൈനിൽ എപ്പോഴും സംബന്ധിക്കുന്നത്. ഇന്ന് ഈ പ്രയർ ലൈനിൽ സംബന്ധിക്കുന്ന എല്ലാവരും തന്നെ നിരന്തരമായി തിരുവചനം കേൾക്കുകയും തിരുവചനം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു തിരുവചനം ഒരു ദൈവദാസൻ പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന വാക്യമാണെങ്കിൽ ഉടനെ നമ്മൾ ചിന്തിക്കുമോ, ഇത് എത്ര പ്രാവശ്യം നമ്മൾ കേട്ടിരിക്കുന്നു, ഇതെല്ലാം എനിക്ക് അറിയാവുന്നതാണല്ലോ എന്ന് നമ്മൾ ഉദാസീനമായിട്ട് ചിന്തിക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും ചിന്തിക്കുന്നതിന് സാധ്യതയുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവവചനം പഴയതല്ല. 3000 വർഷം അല്ലെ 2000 വർഷം മുമ്പ് എഴുതപ്പെട്ടതായ ദൈവവചനം ആ വാക്കുകളിലല്ല, ആ വാക്കുകളുടെ ഉള്ളിൽ ദൈവശക്തി ഉണ്ട്. അത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. കർത്താവ് നമ്മളെ പഠിപ്പിച്ചതാണ്. അതിലൊരു വലിയ ശക്തിയുണ്ട്. നമ്മൾ അത് ഏറ്റെടുക്കുന്നുവെങ്കിൽ, ഇത് പുതിയതായിട്ടുള്ള ദൈവവചനമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നെങ്കിൽ, ആ ദൈവവചനത്തിന് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും. നമ്മുടെ ജീവിതത്തെ പുതുക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിന് പുതിയ മാനങ്ങൾ നൽകുവാൻ കഴിയും. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരുക്കമാണ്. ഇതെനിക്ക് അറിയാവുന്നതാണെന്നുള്ള ചിന്തയിൽ നമ്മൾ ഇരുന്നാൽ നമുക്കൊരിക്കലും പുതിയതായിട്ടൊന്നും ലഭിക്കുകയില്ല. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന്, ഇതിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് എന്നിൽ നിന്ന് പഠിക്കുക എന്നുള്ളതല്ല, അതൊരു ക്ലാസ്സാണ്. ഞാനിപ്പോൾ ഒരു ക്ലാസ് എടുക്കുക, ഞാനൊരു അധ്യാപകനായിരുന്നു. എൻ്റെ കരിയർ ആരംഭിച്ചത് ഒരു അധ്യാപകനായിട്ടാണ്. പത്തനംതിട്ട പയനിയർ കോളേജ്, കെ നായർ MLA സാറിൻ്റെ പയനിയർ കോളേജിൽ 90, 91, 35 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ 1-2 വർഷം അവിടെ പഠിപ്പിച്ചതാണ്. ആ ഏരിയയിലുള്ള പത്തനംതിട്ട, റാന്നി, ആ ഏരിയയിലൊക്കെയുള്ള ധാരാളം കുട്ടികളെ പഠിപ്പിച്ചതാണ്. അപ്പോൾ പഠിപ്പിക്കുക എന്നുള്ളതല്ല നമ്മൾ ഈ തിരുവചന ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുക. കർത്താവിൽ നിന്ന് പ്രാപിക്കുക, അല്ല അനുഷ്ഠാനത്തിൽ നിന്നോ പ്രാപിക്കുക എന്നുള്ളതല്ല, കർത്താവിൽ നിന്ന് പ്രാപിക്കുക. അതിന് ഞാനൊരു മുഖാന്തരമാകാനായിട്ട് ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ജോയ് സിസ്റ്റർ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, യാത്രയിൽ വരികയാണ്, ഒന്നും ക്രമീകരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല, ആരെയും ക്രമീകരിക്കാനൊന്നും കഴിഞ്ഞില്ല, ഫ്ലയറൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ കൂടി ആരെങ്കിലുമൊക്കെ സാക്ഷിയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവ് എനിക്ക് അങ്ങനെ ചില സമയങ്ങളിൽ ഓരോ സാഹചര്യങ്ങൾ, ചില അവസരങ്ങൾ അങ്ങനെ നൽകും. അതുകൊണ്ട് ഇന്നലെ രാത്രി 2 മണിക്കാണ് വേറെ ഒരു പ്രയർ ശുശ്രൂഷ, ഗാന ശുശ്രൂഷ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് 2 മണിക്കാണ് ഞാൻ ഉറങ്ങാനായിട്ട് സാധിച്ചത്. എങ്കിൽ തന്നെയും കർത്താവാണ് നമ്മളെ ശക്തീകരിക്കുന്ന. ആ ഒരുക്കം, നമ്മുടെ മനസ്സിൻ്റെ ഒരുക്കമാണ് കർത്താവ് നോക്കുന്നത്. ദൈവവേലയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടല്ലോ, കർത്താവ്, ഗോഡ് ഡസൻ ലുക്ക് അറ്റ് യുവർ എബിലിറ്റി, ഈ ലുക്ക് അറ്റ് യുവർ അവൈലബിലിറ്റി. നമ്മുടെ ശക്തിയോ നമ്മുടെ കഴിവോ ഒന്നുമല്ല കർത്താവ് നോക്കുന്നത്, നമ്മുടെ മനസ്സാണ് കർത്താവ് നോക്കുന്നത്. നമ്മൾ ഒരുക്കമുള്ളവരാണോ, നമ്മുടെ ഹൃദയശുദ്ധിയുള്ളവരാണോ, നമ്മുടെ ഹൃദയത്തിൻ്റെ, കർത്താവിൻ്റെ വേലയ്ക്ക് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ലക്ഷ്യം എന്താണ്, അതാണ് എപ്പോഴും കർത്താവ് നോക്കുന്നത്. നമുക്ക് അറിയാമല്ലോ, ഞാൻ പത്രോസ് ഒരിക്കൽ
ആ, ആ, താൻ സുവിശേഷ പ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ അനേകർ കർത്താവിലേക്ക് വന്നു. ശിമയോൻ എന്നു പേരുള്ള ഒരു മന്ത്രവാദി, അദ്ദേഹം ഈ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വന്നു. അപ്പോൾ ശിമയോൻ ആളുകളെ മന്ത്രവാദമൊക്കെ കാണിച്ച് ധാരാളം ആ, വരുമാനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ പത്രോസ് കൈവെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഒരു ശക്തി എനിക്ക് നൽകണം, എത്ര രൂപ വേണേലും ഞാൻ തരാം. ഞാൻ കൈവെക്കുമ്പോൾ ആളുകൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ച് അങ്ങനെ ഉണ്ടാകണം, എത്ര രൂപ വേണമെന്ന് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, നിന്റെ ഹൃദയം ശരിയല്ല, നിന്റെ ഹൃദയം വക്രതയുള്ളതാണെന്ന് ഞാൻ കാണുന്നു, നിന്റെ ഹൃദയം അഹങ്കാരമുള്ളതാണെന്ന് ഞാൻ കാണുന്നു. അതുകൊണ്ട് നീ നിന്റെ പണവും നശിച്ചു പോകട്ടെ, പോകും, അല്ലെങ്കിൽ നീ പ്രാർത്ഥിച്ചോ എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ മിടുക്കനായിരുന്നു, പൈസ ഉണ്ടാക്കാൻ മിടുക്കനായിരുന്നുകൊണ്ട് എല്ലാ രീതിയിലും മിടുക്കനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നാൽ താങ്കൾ തന്നെ അങ്ങ് പ്രാർത്ഥിക്കുക, ഈ പറഞ്ഞു ഒന്നും എനിക്ക് വരാതിരിക്കാൻ പത്രോസ് തന്നെ ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെ പത്രോസ് പ്രാർത്ഥിച്ചിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത് എന്ന് ഞാൻ ആദ്യമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹൃദയശുദ്ധിയുള്ളവരായിട്ട്, കർത്താവിൻ്റെ സന്നിധിയിൽ വിനയമുള്ളവരായിട്ട് നമുക്ക് ആയിരിക്കാം. കർത്താവ് അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. ഇവർ ഗലിലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന് അടുക്കൽ ചെന്നു അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്നു അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടി ചെന്നു യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണു ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഈ ലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി ഒരു സൂക്ഷിക്കും. നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ ഈ പ്രഭാത സമയത്തിനായും അതുപോലെ തന്നെ നാട്ടിലെ വൈകാറായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ജയറാമിനിസ്ട്രി പ്രയറായിട്ട് ചേർന്ന് വരുന്നതിന് കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. കർത്താവ്, നിന്റെ മാറ്റമില്ലാത്തതായിട്ടുള്ള ആ വചനം, ആ ആന്തരികമായിട്ടുള്ള ആത്മീക സത്യങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നതിനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി അനേകം ഫലം കായ്ക്കുന്നതിനും കർത്താവ് ഞങ്ങളെ ഇന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എന്തെങ്കിലും ഒരു വാഗ്ധോരണി കേൾക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ണിന് കാതിന് ഇമ്പമായിട്ടുള്ള ഒക്കെ കേട്ട് ആസ്വദിക്കുന്നതിനോ അല്ല, ഞങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ, ഞങ്ങളുടെ ജീവിതങ്ങളെ തന്നെ ദൈവം മുമ്പാകെ ശോധന ചെയ്യുന്നതിനും കർത്താവിൻ്റെ ഈ കഷ്ടാനുഭവത്തെ ചിന്തിക്കുന്ന ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങളെ തന്നെ വിശകലനം ചെയ്യുന്നതിനും ഒക്കെയുള്ളൊരു അവസരമാക്കി കർത്താവ് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എല്ലായിരിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഓരോരുത്തരും പോകുന്ന സാഹചര്യങ്ങളെ കർത്താവ് അറിയുന്നല്ലോ. ആ സാഹചര്യങ്ങളെ അതിജീവിപ്പാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. കർത്താവ്, ഈ വചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ വചനം സംസാരിക്കുമ്പോൾ ഏകാഗ്രതയോടുകൂടെ ഇരുന്ന് അത് കേൾക്കുന്നതിനും ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിനും അത് ഞങ്ങളുടെ ഹൃദയത്തിൽ ശക്തിയായി തീരുന്നതിനും ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടെ കർത്താവിന് മുമ്പാകെ സമർപ്പിക്കുന്നതിനും അതിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവിടെ നൽകുന്ന നല്ല സമയത്തിനായി സ്തോത്രം. പറഞ്ഞു തരാത്ത കൃപകൾക്കായി സ്തോത്രം. അടിയൻ്റെ വായിലെ വാക്കുകളും അടിയങ്ങളുടെ ഹൃദയങ്ങളിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വായിച്ചതായ ഭാഗത്തിൻ്റെ ആ പശ്ചാത്തലം ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയുകയില്ലായിരിക്കാം. പെസഹ പെരുന്നാൾ, യഹൂദന്മാർ ആചരിച്ചിരുന്ന 3 പെരുന്നാളുകൾ, പെസഹ പെരുന്നാൾ, കൂടാര പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ. അതിലെ ഒരു പ്രധാന പെരുന്നാളായിരുന്നല്ലോ പെസഹ പെരുന്നാൾ. മിസ്രൈമിൽ നിന്ന് അവർക്ക് വിമോചനം ലഭിച്ചതിൻ്റെ അടയാളമായിട്ട് ആചരിച്ചിരുന്ന ഒരു പെരുന്നാളാണ് അത്. യെരുശലേമിൽ യഹൂദന്മാരെല്ലാവരും യെരുശലേമിൽ കൂടി വന്ന്, അവരുടെ സ്വന്തം നഗരമായ യെരുശലേമിൽ കൂടി വന്ന് യെരുശലേം ദേവാലയത്തിൽ ഒരു വലിയ ആഘോഷമായിട്ട് ആചരിക്കുന്ന ഒരു പെരുന്നാളാണ്. ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ആ സമയത്ത് ആ നഗരത്തിലും അവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ആ ദിവസം യേശു അവിടെ നിന്ന് സംസാരിക്കുന്നതായ ഒരു
ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ 3.5 വർഷം മാത്രം നീണ്ടു നിന്ന പരസ്യ ശുശ്രൂഷയുടെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് കർത്താവ് വന്നെത്തിയിരിക്കുകയാണ്. അതിൻ്റെ തലേ ആഴ്ച സകല ജനങ്ങളും കർത്താവിന് ഓശാന പാടിക്കൊണ്ട് ഒരു രാജകീയമായ എഴുന്നള്ളത്ത്, രാജകീയമായ സ്വീകരണം കർത്താവിന് നൽകിയതാണ്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, ഒറ്റയാഴ്ചയ്ക്ക് ശേഷം ആ യഹൂദ മേധാവികളും ആ ജനവുമൊക്കെ കർത്താവിനെ ക്രൂശിക്കുന്നതിനു വേണ്ടി അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയത്താണ് കർത്താവ് ഈ ഈ ഈ നമ്മൾ ഇന്ന് വായിച്ചതായ ആ വാചകം പറഞ്ഞത്. നമുക്കറിയാം, ആ ഒരാഴ്ച, ആ 1-2 ആഴ്ച കർത്താവിൻ്റെ ജീവിതത്തിൽ വളരെ തിരക്ക് പിടിച്ച ഒരാഴ്ചയായിരുന്നു. വളരെ വളരെ കാര്യങ്ങൾ നടന്നു. യെരുശലേമിലേക്ക് വരുന്ന വഴിക്ക് അത്തിയെ ശപിച്ചു, അത്തി ഉണങ്ങിപ്പോയി. അതിനുശേഷം ലാസറിനെ ഉയർപ്പിച്ചു. അങ്ങനെ ധാരാളം ധാരാളം കാര്യങ്ങൾ ആ ആഴ്ചയിൽ, ആ 1-2 ആഴ്ച കർത്താവിൻ്റെ ജീവിതത്തിൽ നടന്നു എന്ന് നമുക്ക് കാണുന്നതിന് സാധിക്കും. അന്ന് ഈ കർത്താവ് അവിടെ സംസാരിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് യവനന്മാരായ ആളുകൾ, ഗ്രീക്കുകാർ കുറച്ച് പേര് വന്നിട്ട് അവർ യേശുവിനെ കാണാനും യേശുവിനോട് സംസാരിക്കാനും ഒക്കെ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പൗലോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. പുരാതന ഗ്രീക്കുകാർ, യവനന്മാർ വളരെ ജ്ഞാനികളായ ആളുകളായിരുന്നു. അവർ വളരെ, നമുക്കറിയാം, തത്വശാസ്ത്രമൊക്കെ, ഫിലോസഫി ഏറ്റവും പ്രയാസമുള്ളതായ ഒരു വിഷയമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ അന്തസത്ത എന്താണ്, മനുഷ്യ ജീവിതത്തിൻ്റെ എക്സിസ്റ്റൻസ്, അതിൻ്റെ അസ്തിത്വം എന്താണ് എന്നൊക്കെ ആരായുന്ന ഒരു വിഷയമാണല്ലോ ഫിലോസഫി, തത്വശാസ്ത്രം. ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായിരുന്ന തത്വശാസ്ത്രജ്ഞന്മാർ ഗ്രീക്കുകാരായിരുന്നു. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ തുടങ്ങി, സോക്രട്ടീസ് തുടങ്ങിയ അനേക തത്വശാസ്ത്രജ്ഞന്മാർ, ഇവരെല്ലാം ഗ്രീക്കുകാരായിരുന്നു. അതുകൊണ്ട് ഗ്രീക്കുകാർ ജ്ഞാനം അന്വേഷിക്കുകയാണ്. ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, ജീവിതത്തിൽ പ്രാധാന്യമുള്ളത് എന്താണ്, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകൾ യേശുവിനെക്കുറിച്ച് കേട്ടിട്ട്, യേശു ഒരു വലിയ ഗുരുവാണ്, വലിയ വലിയ സത്യങ്ങളൊക്കെ പ്രസ്താവിക്കുന്ന ഒരാളാണ്, അതിശയങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്ന് കേട്ടിട്ട് അവരെല്ലാം കൂടെ വന്ന് യേശുവിനെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവർ വിജാതീയരായ ആളുകളാണല്ലോ. വിജാതീയരായ ആളുകളായതുകൊണ്ട് ഒരു യഹൂദ റബ്ബിയെ കാണുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് അറിയാം, അത് ഒരു സുറോഫേനിക്കക്കാരെയായ സ്ത്രീ യേശുവിനെ കാണാൻ വന്നപ്പോൾ എന്താണ് യേശു പറഞ്ഞതെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവരതുകൊണ്ട് വളരെ പൊളിറ്റിക്കലായിട്ട് വളരെ ബുദ്ധിപൂർവ്വമുള്ളൊരു കാര്യം ചെയ്യുകയാണ്. യേശുവിൻ്റെ അടുത്ത് നേരെ ചെല്ലാതെ യേശുവിൻ്റെ ഒരു ശിഷ്യൻ്റെ അടുത്ത് എന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് യേശുവിനെ ഒന്ന് കണ്ടാൽ കൊള്ളാം. അത് ഫിലിപ്പിൻ്റെ അടുത്താണ്. നമുക്ക് ഫിലിപ്പ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം, ഒരു ഗ്രീക്ക് പേരാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവിൻ്റെ പേര് ഫിലിപ്പ് എന്നായിരുന്നു. അതുകൊണ്ട് ഒരു ഗ്രീക്ക് പേരാണല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ഫിലിപ്പിൻ്റെ അടുത്ത് ചെന്ന്, ഫിലിപ്പോസിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ ഒന്ന് കാണണം, ഞങ്ങൾക്ക് കാണുന്നതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തരാമോ? അപ്പോൾ ഫിലിപ്പോസ് തനിയെ ചെയ്യാതെ ഫിലിപ്പ് അന്ത്രയോസിൻ്റെ അടുത്ത് ചെന്ന് അന്ത്രയോസുമായിട്ട് സംസാരിച്ചിട്ട് യേശുവിനെ കാണുന്നതിനുള്ള ഒരു സാഹചര്യം അവർക്ക് സൃഷ്ടിക്കുകയാണ്. നമുക്കറിയാം, അന്ത്രയോസ് എന്നുള്ള പേരും ഗ്രീക്ക് പേരാണ്. നമുക്കറിയാം, പൗലോസ് എന്നുള്ള പേര് ഗ്രീക്ക് പേരാണ്. പൗലോസിൻ്റെ ശരിയായിട്ടുള്ള യഹൂദ പേര് ശൗൽ എന്നായിരുന്നു. എന്നാൽ വിജാതീയരുടെ മധ്യത്തിൽ, ഗ്രീക്കുകാരുടെ മധ്യത്തിൽ, വിജാതീയരുടെ മധ്യത്തിൽ പോകുന്നത് കൊണ്ട് ആ ഗ്രീക്ക് പേരാണ് പൗലോസ് സ്വീകരിച്ചിരുന്നത് നമുക്കറിയാം. അങ്ങനെ യേശുവിൻ്റെ അടുത്ത് അവർ വന്നിട്ട് യേശുവിനോട് സംസാരിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. അപ്പോൾ യേശു പറയുകയാണ്, നമുക്കറിയാം, യേശു പലപ്പോഴും പറഞ്ഞു, കർത്താവിൻ്റെ അമ്മ ആ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കും എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പല പല സാഹചര്യത്തിൽ യേശുവിനോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ യേശു പറയും, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ പറയുകയാണ്, ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്ത്, ആ ഭാഗത്ത് യേശു പറയുകയാണ്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇതുവരെയും പറഞ്ഞത് നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയാണ്, എൻ്റെ നാഴിക വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്താണ് പറയുന്നത്? ഞാൻ ക്രൂശിക്കപ്പെടുവാനുള്ള നാഴിക വന്നു എന്നല്ല പറയുന്നത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുകയാണ്. എന്നിട്ട് കർത്താവ് തൻ്റെ ജീവിതത്തെക്കുറിച്ചും മനുഷ്യ ജീവിതത്തെക്കുറിച്ചും ഉള്ള വളരെ പരമമായ ഒരു സത്യം അവിടെ പറയുകയാണ്. എന്നാൽ ആ സത്യം എങ്ങനെയാണ് പറയുന്നത്?
താൻ ഇതുവരെയും പഠിപ്പിച്ചതുപോലെ നമുക്കറിയാം, കർത്താവ് പഠിപ്പിച്ചതല്ല ഉപമകളിൽ കൂടെയാണ്. സാധാരണ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അവർ കണ്ടിട്ടുള്ളതായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി, അവരുടെ നിത്യജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി, അങ്ങനെ അതുമായി ബന്ധപ്പെടുത്തി ഒരു പരമമായ ആത്മീക സത്യം യേശു അവരോട് പറയുകയാണ്. യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പമണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. കർത്താവ് പറയാണ്, നിങ്ങൾ സ്വയത്തിനെയും ലോകത്തിനെയും ത്യജിക്കുക. നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുതോണിയിൽ കാല് വെച്ചുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാം ആസ്വദിച്ച് ഈ ലോകത്തിൻ്റെ മൂല്യങ്ങളിൽ ജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിത്യജീവൻ അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന സത്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഒരു കോതമ്പ് മണി അല്ലെങ്കിൽ ഒരു നെൽമണി നമ്മൾ ഉണക്കി വിത്താക്കി സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും അത് സുരക്ഷിതമായിട്ട് അതങ്ങനെ ഇരിക്കും. നമുക്കറിയാം, അടുത്ത സമയത്ത് ചില ഗവേഷകർ, എനിക്ക് തോന്നുന്നു ഈജിപ്തിലെ പിരമിഡിലാണെന്ന് തോന്നുന്നു, ഒരു ഗവേഷകര് ഒരു ഗോതമ്പ് മണി, ഒരു ധാന്യം അവർ കണ്ടു. ആ ധാന്യം എടുത്ത് അത് ടെസ്റ്റ് ചെയ്തപ്പോൾ 3000 വർഷം പഴക്കമുള്ള ഒരു ധാന്യമായിരുന്നു. അത് ഉണക്കി അങ്ങനെ സൂക്ഷിച്ച് അവിടെ ഇരിക്കുകയാണ്. 3000 വർഷം പഴക്കമുള്ള ഒരു ധാന്യം. അവരത് കൊണ്ടുവന്നിട്ട് ലാബിൽ വെച്ചിട്ട്, ലാബറട്ടറിയിൽ വെച്ച് അതിനാവശ്യമായിട്ടുള്ള വെള്ളവും വെളിച്ചവും വളവും ഒക്കെ നൽകിയപ്പോൾ അത് മുള പൊട്ടി കിളിർത്ത് ഒരു ചെടിയായി തീർന്നു. 3000 വർഷത്തിന് ശേഷം അത് ആ വിത്ത് നശിച്ചു പോകാതെ ഒരു ചെടിയായി തീർന്നു. നമുക്കറിയാം, ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ എൻ്റെ പിതാവിന് നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി നെല്ല് കൊണ്ടുവന്നിട്ട് അത് ഉണക്കുകയാണ്. അത് ഉണക്കി വിത്താക്കിയിട്ട് പത്തായത്തിൽ സൂക്ഷിച്ച് വെക്കും. സൂക്ഷിച്ച് വെച്ചിട്ട് അത് വിതയ്ക്കുന്ന സമയത്ത് ചാണകവും ചാരവും ഒക്കെ ഇട്ട്, അതെന്തോ ഒരു പണിയാണ്. അന്ന് ഒരു ബാലനായിരിക്കുന്ന ഞാനും അതിനകത്തൊക്കെ ഏർപ്പെടുമായിരുന്നു. ചാരമൊക്കെ എടുക്കുക, ചാണകമൊക്കെ തിരുമ്മി പൊടിയാക്കുക, ഇതൊക്കെ അന്ന് ചെയ്യുമായിരുന്നു. ഇന്ന് കേരളത്തിൽ അത് നമുക്ക് കാണാൻ പോലുമില്ല. ആന്ധ്രയിൽ നിന്ന് വരുന്ന അരി കഴിക്കുക അല്ലാതെ ഇന്ന് നമ്മൾ കേരളത്തിൽ നെൽകൃഷി ഒന്നും നമുക്കില്ലല്ലോ. എന്നാൽ ആ വിത്ത് അങ്ങനെ ഒരുക്കി ആ ചാണകവുമായിട്ടൊക്കെ ഇളക്കി, എന്നിട്ട് എന്താണ് ചെയ്യുന്നത്, ആ മണ്ണ് ഉഴുത് മറിച്ച് ആ മണ്ണ് പാകമാക്കിയിട്ട് ഈ വിത്ത് ചാരവും ചാണകവും ഒക്കെ ഇട്ട് കുഴച്ച് മറിച്ച് സുഖമായി ആ പത്തായത്തിൽ കിടന്ന സാഹചര്യത്തിൽ നിന്നും അതിനെ എടുത്ത് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ആക്കി ആ നിലത്തേക്ക് വലിച്ചെറിയുകയാണ്. ആ നിലത്ത് കിടന്ന മഞ്ഞും മഴയും വെയിലും പ്രകൃതിയുടെ പ്രതികൂലങ്ങളൊക്കെ ഏറ്റ് അതവിടെ കിടന്ന് ആ നെൽച്ചെടി, ആ വിത്ത് പൊട്ടി, അതിൻ്റെ തോട് പൊട്ടി, അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഉപയോഗിച്ച് ഒരു മുള പൊട്ടി ഒരു ചെടിയായിട്ട്, ആ വിത്ത് മുളച്ച് അതൊരു ചെടിയായിട്ട് തീരുന്നു. ആ വിത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതെല്ലാം ഇല്ലാതായി തീരുകയാണ്. എന്നാൽ ആ വിത്ത് ഇല്ലാതായി തീരുമ്പോൾ അല്പമല്ല, 100 മേനി വിളഞ്ഞ് അത് ഫലമായി തീരുകയാണ്. നമുക്കറിയാം, ഇവിടെ അമേരിക്കയിലെ ധാരാളം ഗോതമ്പ് കൃഷി ചെയ്യുന്ന, ഗോതമ്പും ചോളവും ഒക്കെ കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്. ഈ നാട്ടിലെ പോലെ 1-2 ഏക്കറൊന്നുമല്ല ഇവർ കൃഷി ചെയ്യുന്നത്. ഇവിടെ 600ഉം 1000ഉം ഒക്കെ ഏക്കറാണ്. റെജിക്കോഷ് ബ്രദറുള്ള ടെക്സസിൽ ഒക്കെയുള്ള ഫാമുകൾ 1000ഉം 2000ഉം ഏക്കറൊക്കെയുള്ള വലിയ ഫാമുകളാണ്. അങ്ങനെ ആ ഫാമിൽ അവർ കൃഷി ചെയ്യുമ്പോൾ ഇതിൻ്റെ കണക്കിതാണ്, 18 കിലോ ഗോതമ്പ് നമ്മൾ വിതയ്ക്കുകയാണെങ്കിൽ, 18 കിലോ ഗോതമ്പ് വിതച്ച് അത് ശരിയായിട്ടുള്ള ഫലം തരികയാണെങ്കിൽ 1500 കിലോ ഗോതമ്പാണ് നമുക്ക് ലഭിക്കുന്നത്. 1.5 ടൺ ഗോതമ്പ് ലഭിക്കും. അതാണ് അതിൻ്റെ കണക്ക്. പ്രിയമുള്ളവർ, ഈ 18 കിലോ ഗോതമ്പ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഫാമിലിക്ക് 2-3 ആഴ്ച അല്ലെങ്കിൽ 1-2 മാസം കഴിക്കാൻ, ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാനുള്ളതേ ഉള്ളൂ. എന്നാൽ 1500, 1.5 ടൺ ഗോതമ്പ്, 1500 ഗോതമ്പ് എത്രയോ 100 കണക്കിന് 1000കണക്കിന് ആളുകൾക്ക് ആഹാരം കഴിക്കാനുണ്ട്. എന്നാൽ ഈ ഗോതമ്പ് മണികൾ പറയുകയാണ്, ഇല്ല, ഞങ്ങൾ ചാകില്ല,
ഈ 18 കിലോ ഗോതമ്പ് മണികൾ പറയാണ് ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞാൽ അതിന് ഒരു ലോകത്തിന് ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രകൃതിയിൽ വളരെ സിമ്പിളെന്ന് തോന്നുന്ന ഒരു കാര്യത്തിലൂടെ, സിമ്പിളെന്ന് തോന്നുന്ന ഒരു സത്യത്തിലൂടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ സ്വയമായി ഇല്ലാതാകുന്നെങ്കിൽ, നിങ്ങളുടെ ഇഷ്ടങ്ങളെയൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോകത്തിന് അനുഗ്രഹമായി തീരുവാനായിട്ട് കഴിയുള്ളൂ. നിങ്ങൾ സ്വയം ഇല്ലാതെയാകുമ്പോൾ, നിങ്ങളുടെ സ്വയം ഇഷ്ടങ്ങൾ ഇല്ലാതെയാകുമ്പോൾ നിങ്ങൾ ലോകത്തിന് അനുഗ്രഹമായി തീരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജീവൻ നിങ്ങളുടെ ജീവനെ നിങ്ങൾ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ നിങ്ങൾ കളയും. എന്നാൽ എൻ്റെ നാമത്തിനു വേണ്ടി നിങ്ങളുടെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായും ഉണ്ടാകുവാനുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം സമൃദ്ധമായി തീരണമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സമൃദ്ധമായി തീരണമെങ്കിൽ ആ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കേണ്ടതാണ്. ഗോതമ്പ് മണി നശിക്കുന്നു, പക്ഷേ ആ ഗോതമ്പ് മണി മഹത്വപ്പെടുകയാണ്. അത് അനേകർക്ക് ഒരു വലിയ അനുഗ്രഹമായി തീരുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടുവാനും മരിക്കുവാനും പോവുകയാണെന്നല്ല പറഞ്ഞ്, മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കർത്താവിൻ്റെ ഈ ക്രൂശ് മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചരിത്രപരമായിട്ടും ചിന്തിക്കുകയാണെങ്കിൽ അതൊരു വിരോധാഭാസമായിട്ട് തോന്നാം. ഇറ്റ് ഈസ് എ പാരഡോക്സ്. അതായത് ജീവനെ ആഗ്രഹിക്കുന്നവർ, നമ്മുടെ ജീവനെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്നത് അങ്ങനെയാണ്. എന്നാൽ കർത്താവ് പറയുന്നത് എന്താണ്? ജീവനെ ആഗ്രഹിക്കുന്നവര് അതിനെ നൽകട്ടെ, അതിനെ ഇല്ലാതെയാകട്ടെ എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ക്രൂശ് മരണം അന്ന് കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ അത് തന്നെയാണ് കാണിച്ചത്. ക്രൂശ് മരണം, പ്രിയമുള്ളവരെ, ഇന്ന് ക്രൂശ് നമുക്ക് വലിയ അലങ്കാര വസ്തുവായിട്ടൊക്കെ ഇരിക്കുന്നു. എല്ലാ ക്രിസ്ത്യാനികളുടെയും കഴുത്തിൽ ഒരു സ്വർണ്ണ കുരിശുണ്ട്, അല്ലെ മെത്രാപ്പോലത്തെ ആണെങ്കിൽ വലിയൊരു തടിക്കുരിശിൻ്റെ മാലയായിട്ടിരിക്കുന്നത്. ഇവിടെ ഉള്ള മെക്സിക്കനെയൊക്കെ നോക്കിയാൽ, എല്ലാവരെയും നോക്കിയാൽ അവർക്കെല്ലാം ഒരു കുരിശുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ, ദുഃഖകരമായ ഒരു കാര്യം പറഞ്ഞാൽ, ഗാങ്ങിൽ പോകുന്ന ഗാങ്സ്റ്ററിനും അല്ലെങ്കിൽ വെടിവെക്കാൻ പോകുന്നവനും കുരിശുമാല ഇട്ടുകൊണ്ടാണ് ചിലപ്പം പോകുന്നത്. അതുകൊണ്ട്, എന്നാൽ അന്നത്തെ കാലത്ത് കുരിശ് എത്ര നിന്ദ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു, അന്നത്തെ തൂക്കുമരത്തെക്കാളും എത്ര നിന്ദ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഭീകരമായിട്ടുള്ള നികൃഷ്ടമായുള്ളൊരു മരണമായിരുന്നു ക്രൂശ് മരണം. എന്നാൽ യേശു പറയുകയാണ്, ഈ ക്രൂശിലൂടെ ഞാൻ മഹത്വീകരിക്കപ്പെടുവാൻ പോവുകയാണ്. പ്രിയമുള്ളവർ, അതെത്ര ലോക ചരിത്രം നോക്കിയാൽ എത്ര സത്യമായിരുന്നു. അന്ന് ഏറ്റവും നികൃഷ്ടമായിരുന്ന, നീചമായിരുന്ന കുരിശ് അത് എത്ര മഹത്വീകരിക്കപ്പെട്ടു. കർത്താവ് ആ കുരിശ് തന്നെ എത്ര മഹത്വീകരിക്കപ്പെട്ടു. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വലിയ വലിയ ഉത്തുംഗമായ പള്ളികളുടെയൊക്കെ മുകളിലും കുരിശാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ ഒരു ആന്തരികമായിട്ടുള്ള മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ സത്യമാണ് യേശു പറയുന്നത്. മനുഷ്യപുത്രൻ ക്രൂശിലൂടെ മഹത്വീകരിക്കപ്പെടുകയാണ്. ആ ക്രൂശിനെ ആശ്രയിക്കുന്ന നമ്മളും ആ ക്രൂശിലൂടെ മഹത്വീകരിക്കപ്പെടുകയാണ്. മനുഷ്യർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അങ്ങനെയുള്ളൊരു പ്രോസസ്സിൽ കൂടെ പോകേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ, ഈ കഷ്ടപ്പാട് എത്രയും പെട്ടെന്ന് മാറിപ്പോകണേ കർത്താവേ. അങ്ങനെയല്ലേ നമ്മൾ ഉപവാസമൊക്കെ എടുക്കുന്നത്? ഈ കഷ്ടപ്പാടൊക്കെ ഇന്ന് മാറി എല്ലാം ഒന്ന് ശരിപ്പെടാനായിട്ട് ഞാനൊരു 3 ദിവസത്തെ ഉപവാസം എടുക്കുകയാണ്. എൻ്റെ കാര്യങ്ങൾക്ക് ജീവിതത്തിലൊക്കെ ഒത്തിരി ബന്ധപ്പാടുണ്ട്, അതൊക്കെ ഒന്ന് മാറി ഒന്ന് ശരിപ്പെടണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായിക്കോട്ടെ, ഉപവാസം എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്നാൽ ഉപവാസം എടുക്കുന്നത് നമ്മുടെ കഷ്ടപ്പാട് മാറുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുന്നതിനോ വേണ്ടി ആയിരിക്കരുത്. പ്രിയമുള്ളവർ, ഉപവാസം എടുക്കുന്നത് ദൈവഹിതം മനസ്സിലാക്കുന്നതിനും ദൈവഹിതത്തിൽ നാം നിലനിൽക്കുന്നതിനും വേണ്ടിയാണ്. കർത്താവ് 40 ദിവസം ഉപവാസം എടുത്ത്, പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോൾ 1-2 നേരം കഴിക്കാതിരിക്കുമ്പോൾ തന്നെ എത്രമാത്രം ബന്ധപ്പാടാണ്. എന്നാൽ കർത്താവ് വെള്ളം പോലും കുടിക്കാതെ 40 ദിവസം, കർത്താവ്, നമ്മൾ വിശ്വസിക്കുന്നത് കർത്താവ് ഒരു പൂർണ്ണ ദൈവവും യേശു ഒരു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്നാണ്. എന്നാൽ കർത്താവ് 40 ദിവസം ഉപവസിച്ച് എന്തിനാണ്? ആ പിതാവിൻ്റെ ഹിതം മനസ്സിലാക്കുന്ന, പിതാവുമായിട്ടുള്ള സാന്നിധ്യത്തിൽ നിലനിൽക്കുന്നതിന്. പിതാവ്, നമുക്കറിയാം, താൻ ആ ലോകത്തിൽ വളരെ തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ നേരിടാൻ പോവുകയാണ്. ലോകത്തിൽ 3.5 വർഷം പരസ്യ ശുശ്രൂഷ തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് 40 ദിവസം ഉപവസിക്കുകയാണ്.
എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിനോ ശക്തി ലഭിക്കുന്നതിനോ ഒന്നുമല്ല. കർത്താവിന് ഓൾറെഡി ശക്തി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ആ ആ ആ താൻ ചെയ്യുന്നതായിട്ടുള്ള ഈ ലോകത്തിൻ്റെ മുൻപാകെ തന്നെ ദൈവത്തിൻ്റെ മകനായി കാണിക്കുന്നതിന് വേണ്ടി, അല്ലെ ദൈവപുത്രനാണെന്ന് അതിനുവേണ്ടി പിതാവുമായിട്ടുള്ള നിത്യമായ ആ ദീർഘമായിട്ടുള്ള സംസർഗത്തിൽ കർത്താവ് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതുപോലെ ആ ആ ഗോതമ്പ് മണി എന്തെല്ലാം കഷ്ടപ്പാടിലൂടെ പോയാണ് ലോകത്തിന് അനുഗ്രഹമായി തീരുന്നത്. ഒരു ഗോതമ്പ് മണി എത്രയോ ഗോതമ്പ് മണികളായി അനുഗ്രഹമായിട്ട് തീരുന്നു. എന്നാൽ അത് അവിടെ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെല്ലെല്ലാം കൊണ്ടുവന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ചെമ്പുണ്ട്, ആ ചെമ്പിൻ്റെ അകത്ത് നെല്ലെല്ലാം കൂടി ഇട്ടിട്ട് പുഴുങ്ങുകയാണ്. ടയറും ചൂട്ടും അതും ഇതുമൊക്കെ വെച്ച് പുഴുങ്ങി അതിങ്ങനെ കത്തിച്ച് 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 തിളച്ച് അത് പുഴുങ്ങുകയാണ്. ആ പുഴുങ്ങിയ ആ നെൽമണി അത്രമാത്രം ആ തീക്കകത്ത് കിടന്ന് തിളച്ച് അതിനെന്തുമാത്രം കഷ്ടപ്പാടിലൂടെ അത് പോകുന്നു. അതിനുശേഷം ചെയ്യുന്ന അത് വെയിലത്തിട്ട് ദിവസങ്ങളോളം ഉണക്കുകയാണ്. പിന്നീട് എന്താണ്, ആ മില്ലിലേക്ക് കൊണ്ടുപോയി അത് ആ മില്ലിൻ്റെ അകത്തിട്ട് ആ യന്ത്രത്തിലിട്ട് അത് അതിൻ്റെ തോലെല്ലാം പൊളിച്ച് ആ നെൽമണി തോലെല്ലാം പൊളിച്ച് കളയാണ്. എത്രമാത്രം കഷ്ടപ്പാടിലൂടെയാണ് ആ ജീവനുള്ളൊരു നെൽമണിയാണെങ്കിൽ എത്രമാത്രം ഭീകരമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ് അത് പോകുന്നത്. അതിനുശേഷം എന്താണ്, ഒരു ഗോതമ്പ് മണിയാണെങ്കിൽ അതിനുശേഷം എന്താണ്, അത് കൊണ്ടുവന്നിട്ട് ഇടിച്ച് പൊടിച്ച് അതിനെ ധൂളിയാക്കി കളയുകയാണ്. അതിനെ ഇല്ലായ്മയാണ്. അതിൻ്റെ ആ രൂപവും ഭാവവും ഒക്കെ മാറി അതൊരു പൊടിയായി തീരുകയാണ്. ആ പൊടിയായി തീർന്നിട്ട് പിന്നീട് എന്താണ്, ആ പൊടിക്കകത്ത് വെള്ളം ഒഴിച്ചു കുഴച്ച് ഇടിച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണേ നമുക്കറിയാമല്ലോ. ഇടിച്ചാണ് അത് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഇടിച്ച് അത് വെച്ചിട്ട് പിന്നീട് എന്താണ്, അത് പരത്തി അതിൻ്റെ രൂപം പോലും മാറ്റി അതിനെ ഒരു ദോശക്കല്ലിലിട്ട് ചൂടാക്കി വെച്ചിരിക്കുന്ന ദോശക്കല്ലിലിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് അത് ചുട്ട് കഴിയുമ്പോഴാണ് മനുഷ്യർക്ക് കഴിക്കാൻ കൊള്ളാവുന്ന ആഹാരമായിട്ട് തീരുന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് തന്നെ ഈ ലോകത്തിന് വേണ്ടി തൻ്റെ ശരീരത്തെ തൻ്റെ ജീവിതത്തെ ഈ ലോകത്തിന് വേണ്ടി സമർപ്പിച്ചു. അതാണ് കർത്താവ് പറഞ്ഞ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. പ്രിയമുള്ളവരെ, കർത്താവ് ഇത് പറഞ്ഞപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം നമുക്കിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യട്ടെ എന്നാണ് കർത്താവ്. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷക്കാരായ നമ്മളൊക്കെ ഈ കർത്താവ് ഇരുന്നതും കർത്താവ് പോയതുമായ പാതയിൽ കൂടെയാണോ പ്രിയമുള്ളവരെ പോകുന്നത്? ഇന്ന് നമ്മൾ കേൾക്കുന്ന തിയോളജിയൊക്കെ വ്യത്യസ്തമാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള തിയോളജിയും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. കർത്താവ് പറഞ്ഞതിൽ നിന്നൊക്കെ എത്ര വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ആളുകളും സുവിശേഷകന്മാരും പല നേതാക്കളും ഒക്കെ പറയുന്നതെന്ന് ഞാൻ ആരെയും വിമർശിക്കാൻ ശ്രമിക്കുകയല്ല. നമ്മൾ തന്നെ സ്വയം ശോധന ചെയ്താൽ മതി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഇതാണ്, പ്രിയമുള്ളവരെ, എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കർത്താവ് പറയുകയാണ്, എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ എന്താണ് ചെയ്യേണ്ടത്? എന്നെ പിന്നീട് പറയാണ്, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായിട്ട് സൂക്ഷിക്കും. കർത്താവ് പറയാണ്, നമ്മുടെ ജീവിതത്തെ നമ്മൾ പകയ്ക്കുക, അതായത് ആ പഴയ ജീവിതത്തെ പൂർണ്ണമായിട്ട് നമ്മൾ ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്തുവിലുള്ള ഒരു പുതിയ ജീവിതം. ആ ഗോതമ്പൂണി അങ്ങനെയാണ്. അതിൻ്റെ ആ പഴയ ജീവിതം, ആ പത്തായത്തിൽ സുരക്ഷിതത്വത്തിൽ സുഖമായിരുന്ന ആ ഒരു ജീവിതം പൂർണ്ണമായിട്ട് ത്യജിച്ച് അതൊരു പുതിയ ജീവിതം സ്വയം ഇല്ലാതെയായി ഇടിച്ച് പൊടിച്ച് തീയിലൂടെയൊക്കെ പോയി അങ്ങനെ ഉള്ളൊരു ജീവിതമാകുമ്പോഴാണ് അത് ലോകത്തിന് അനുഗ്രഹമാകുന്നത് എന്ന് കർത്താവ് ഇവിടെ വ്യക്തമാക്കുകയാണ്. എന്നാൽ നമ്മൾ കർത്താവിലൊക്കെ ആയിത്തീർന്നെങ്കിലും പലപ്പോഴും പഴയതങ്ങോട്ട് പൂർണ്ണമായിട്ട് വിട്ടുകളയാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. നമ്മുടെയൊക്കെ പ്രശ്നം പഴയതും കുറച്ച് വേണം, കർത്താവൊക്കെ വേണം, നല്ലതാ, എന്നാൽ പഴയതും കുറച്ച് ഇരുന്നോട്ടെ, ആ കാര്യങ്ങളും അതാണ് നമ്മുടെ കുഴപ്പം. അതുകൊണ്ട് കർത്താവ് പറയുന്ന ഇതാണ്, നിങ്ങൾ പൂർണ്ണമായി പഴയതിനെ വിട്ടുകളഞ്ഞ് എൻ്റെ ആ ജീവിത ശൈലി നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോകത്തിന് അനുഗ്രഹമായി തീരുവാനായിട്ട്
കഴിയുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൗലോസ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാര്യം പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 4:10 അതിൽ നിന്ന് ഞാൻ വായിക്കാം. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങൾ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കുന്നു. പ്രിയമുള്ളവർ, എത്ര മനോഹരമായിട്ടും എത്ര ശക്തമായിട്ടുമാണ് കർത്താവിൻ്റെ ദാസൻ പൗലോസ് ഇത് പറയുന്നത്. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ശക്തമായ ജീവൻ എപ്പോഴും വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ സ്വയം, നമ്മുടെ അഹങ്കാരം, അല്ലെങ്കിൽ നമുക്ക് സൂഹിക്കാനുള്ള ആ താല്പര്യം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ മരിപ്പിക്കുക. അങ്ങനെയൊക്കെയുള്ള എൻ്റെ സ്വയത്തെ ഞങ്ങൾ മരിപ്പിക്കുകയാണെന്ന് പൗലോസ് പറയാണ്. അപ്പോൾ മാത്രമേ കർത്താവിൻ്റെ ആ ജീവൻ, ആ ഉയർപ്പിൻ്റെ ശക്തി ഞങ്ങളിൽ വെളിപ്പെടുകയുള്ളൂ എന്ന് പൗലോസ് പറയാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന സ്വയം ത്യജിക്കുക, ജീവിക്കുന്നതിന് വേണ്ടി, ജീവന്റെ സമൃദ്ധിക്ക് വേണ്ടി സ്വയം ത്യജിക്കുക എന്ന് പറയുന്ന ഒരു വിരോധാഭാസമായി തോന്നാം. അതൊരു പാരഡോക്സ് ആണ്. ലോകത്തിന്റെ മൂല്യം എന്താണ്? ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ മൂല്യമാണ് നമ്മൾ ശക്തരായിട്ടിരിക്കുക. ഇവിടെ അമേരിക്കയിലൊക്കെ എപ്പോഴും പറയുന്നതാണ് സെൽഫ് എസ്റ്റീം, ഇൻഡിവിജ്വലിസം. നമുക്ക് സ്വയമായിട്ടുള്ള നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ശക്തിയുണ്ട്, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വ്യക്തികൾക്കാണ് പ്രാധാന്യം, ഇൻഡിവിജ്വലിസം. എൻ്റെ ഇപ്പം തന്നെ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ നാട്ടിലങ്ങ് പറയും, ആ കാപ്പി ഇങ്ങോട്ട് എടുത്ത്, അല്ലെങ്കിൽ എനിക്കൊരു കാപ്പി വേണം, ആ കാപ്പി ഇങ്ങെടുക്കുക എന്ന് പറയും. ഇവിടെ പറഞ്ഞ വേർ ഇസ് മൈ കോഫി, വേർ ഇസ് മൈ പിസ്സ എന്നൊക്കെയാണ് ഇവിടെ. മൈ 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 എന്നാണ് ഇവിടുത്തെ സംസാര രീതികൾ തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് സെൽഫ് ലവ്, സെൽഫ് ഇമേജ്, ഇവിടെ പറഞ്ഞു ബിലീവ് ഇൻ യു, യു ക്യാൻ ഡു ഗ്രേറ്റ് തിങ്സ്, ബിലീവ് ഇൻ യു എന്നൊക്കെയാണ് പറയുന്നത്. പ്രിയമുള്ളവർ, അതൊക്കെ നല്ലതാണ്. കർത്താവ് നമുക്ക് ശക്തി തന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ചിലർ പ്രാർത്ഥിക്കുന്നൊക്കെ കർത്താവേ, ഞാൻ ഏഴയാണ്, ഞാൻ പുഴുവാണ്, ഞാൻ ഒന്നുമല്ല, ഞാൻ ഏഴയും കൃമിയുമാണ് എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ ഏഴയും കൃമിയൊന്നുമല്ല, നമ്മൾ കർത്താവിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട കർത്താവിൻ്റെ മക്കളാണ്. പത്രോസ് പറയുന്നത് എന്താണ്? നിങ്ങൾ രാജകീയ പുരോഹിത വർഗവും തെരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനവുമാണ്. നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. അത് കർത്താവിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ടേ? കർത്താവ് ചെയ്തത് ചെയ്യണം. കർത്താവ് ചെയ്തത് എന്താണ്? ഞാൻ കണ്ടിട്ടുണ്ട് മക്കള്, ഒത്തിരി പേരുടെ മക്കള് അപ്പന്മാരുടെ ജോലി എടുക്കുന്ന ഡോക്ടർമാർ പലരും, പിള്ളേർ ഡോക്ടർമാരാകും. ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടു, എൻ്റെ സ്നേഹിതന്മാരായിരുന്ന അച്ഛന്മാരുടെ പിള്ളേർ നോക്കുമ്പോൾ എല്ലാവരും അച്ഛന്മാരാ. അച്ഛന്മാരുടെ പിള്ളേരെല്ലാം അച്ഛന്മാർ. അവർ കെട്ടുന്നത് അച്ഛൻ്റെ മോളെ, അച്ഛൻ്റെ പെങ്ങളെ, എല്ലാവരും അങ്ങനെയാണ്. അപ്പം കർത്താവ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ എൻ്റെ മക്കളാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുക. ഇന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ സെൽഫ് എസ്റ്റീം, എൻ്റെ എന്നുള്ളത് മാറ്റിവെച്ച് എനിക്ക് സൂഹിക്കണം, എൻ്റെ മക്കള്, എൻ്റെ കുടുംബം, എൻ്റെ കാര്യം. നമുക്ക് പ്രിയമുള്ളവർ, കർത്താവിൻ്റെ വേലയ്ക്ക് പോകുമ്പോഴും നമ്മൾ അങ്ങനെ എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം, എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് സമയമുണ്ട് പ്രാർത്ഥനയ്ക്ക് പോകാം, എൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ടൈം കിട്ടുകയാണെങ്കിൽ നമുക്ക് സൂം മീറ്റിങ്ങിൽ കയറാം, അല്ലെങ്കിൽ സൂം മീറ്റിങ്ങിൽ കയറുമ്പോൾ തന്നെ നമുക്ക് മറ്റു കാര്യങ്ങളും എല്ലാം ഓഫ് ചെയ്തിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക എന്ന്. ഇത് ആദാമിനോടും ഹവ്വായോടും സാത്താൻ ഇത് തന്നെ ഏദൻ തോട്ടത്തിൽ പറഞ്ഞ് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ഇത്രേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ഈ പഴം തിന്നു, അത് വളരെ നല്ലതാ, അത് ദൈവം നിങ്ങൾക്ക് തിന്നരുതെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കുറേ ഗുണമൊക്കെ ഉണ്ടാകും, അത് ഉണ്ടാകാതിരിക്കാനാ ദൈവം പറഞ്ഞു അത് തിന്നരുത്. നിങ്ങൾ തിന്നാൽ ദൈവത്തെ പോലൊക്കെ നിങ്ങൾ നന്മ തിന്മകളെക്കുറിച്ചൊക്കെ അറിവുള്ളവരായിത്തീരും, നിങ്ങൾ ദൈവത്തെ പോലെ തന്നെ ആയിത്തീരും, അതുകൊണ്ടാ ദൈവം തിന്നരുതെന്ന് പറഞ്ഞു. എന്നാൽ അത് തന്നെ ഒരു കള്ളമാ. കർത്താവ് പറഞ്ഞു സാത്താൻ ഭോഷ്ക് പറയുന്നവനും ഭോഷ്കിൻ്റെ അപ്പനുമാകുന്നു. അവിടെ തന്നെ ഒരു കള്ളമാ പറഞ്ഞ്, നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞു. ആക്ച്വലി സത്യത്തിൽ അവർ ദൈവത്തെ പോലെ തന്നെ ആയിരുന്നു. അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? ദൈവം മനുഷ്യനെ തൻ്റെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ആത്മാവൊക്കെ കൊടുത്ത് ദൈവം സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. അപ്പോൾ ആദാമും ഹവ്വയും ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ തന്നെ ആയിരുന്നു. ദൈവത്തിൻ്റെ രൂപത്തിൽ ഇരിക്കുന്നവരോട് സാത്താൻ പറയുക, നിങ്ങൾ ഇത് കഴിച്ചോ, ദൈവത്തെ പോലെ നിങ്ങൾ ആകുമെന്ന്. അത് തന്നെ ഒരു ഭയങ്കരമായ
കള്ളമായിരുന്നു. അതുകൊണ്ട് എന്തുവാ ഹൗവ മനസ്സിലാക്കിയത്? ഓ, ദൈവത്തെ കൂടാതെ, ദൈവം പറഞ്ഞത് കൂടാതെ ചിലത് ചെയ്താൽ ഞങ്ങൾക്ക് ഇതിനേക്കാളും ഒക്കെ മെച്ചമുണ്ടാകും. അതുകൊണ്ട് സ്വയം പര്യാപ്തത, സെൽഫ് സഫിഷ്യൻസി, ദൈവത്തെ കൂടാതെ ഞങ്ങൾക്ക് നിലനിൽക്കുവാൻ കഴിയും എന്ന ഒരൊറ്റ ചിന്തയാണ് ആ പാപം. അല്ല, ഇന്ന് ചിലർ ചിന്തിക്കും, അയ്യോ, ഒരു പഴം കഴിച്ചോണ്ട്, ഒരു ആപ്പിൾ തിന്നോണ്ട് ഇത്രമാത്രം പാപം ഉണ്ടാകുമോ, ഇത്രമാത്രം അതെന്തോ ഒരു ക്രൂരനായ ദൈവമാണ്, ഞങ്ങൾ പിള്ളേർക്ക് എത്രയോ ആപ്പിളാണ് മേടിച്ചു കൊടുക്കുന്നത്, ഒരു ആപ്പിൾ തിന്നോണ്ട് അങ്ങനെ വല്ലതും പറ്റും? പ്രിയമുള്ളവരെ, ഇത്രയേ ഉള്ളൂ കാര്യം. സ്വന്തം ദൈവത്തെ കൂടാതെ എനിക്ക് ചിലത് കഴിയും, അല്ലെങ്കിൽ ദൈവത്തെ കൂടാതെ ഞങ്ങൾക്ക് ദൈവത്തിന് ഉപരിയായിട്ട് ഞങ്ങൾക്ക് ചിലത് ചെയ്യാൻ കഴിയും എന്ന ഒരൊറ്റ ചിന്തയാണ് അവരെ ആ സൗഭാഗ്യത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞത്, ദൈവസ്വരൂപമൊക്കെ നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത്, സ്വയം ത്യജിച്ചുകൊണ്ട് സ്വയത്തിനെയും ലോകത്തിനെയും നമ്മൾ ത്യജിക്കുക. കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് കർത്താവിൻ്റെ ശക്തിയോടുകൂടെ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ത്യജിക്കുക. രണ്ടാമതായിട്ട് ദൈവമഹത്വത്തിനു വേണ്ടി നമ്മൾ ജീവിക്കുക. ലീവ് ഫോർ ഗോഡ്സ് ഗ്ലോറി. ദൈവമഹത്വത്തിനു വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുക. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഗോതമ്പ് മണി സ്വയം ഇല്ലാതായി ത്യജിക്കുമ്പോഴാണ് അത് മഹത്വമേറിയ ഒരു ജീവിതം അതിന് ലഭിക്കുന്നത്, ലോകത്തിന് അത് അനുഗ്രഹമായി തീരുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ എല്ലാം ചെയ്യുന്നത് ഇത് തന്നെയാണല്ലോ. നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതവും ഒക്കെ സുഭിക്ഷമാക്കുന്നതിന് വേണ്ടി നമ്മൾ നെട്ടോട്ടം ഓടുകയാണ്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? ദൈവഹിതത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സ്ഥാനം? പൗലോസിന്റെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ പ്രാർത്ഥനയാണ്. പൗലോസിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ്? പൗലോസ് പറയാണ്, എഫേസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ ദൈവഹിതത്തിന്റെ പരിജ്ഞാനത്തിൽ വളരുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എപ്പഫ്രാസ്, കൊലോസ്യർക്കിടെ ലേഖനത്തിൽ പൗലോസ് പറയാണ്, എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി രാപ്പകൽ പ്രാർത്ഥനയിൽ പോരാടുകയാണ്. പ്രാർത്ഥനയിൽ എന്താണ് അവൻ പോരാടുന്നത്? നിങ്ങൾ ദൈവഹിതത്തിൽ നിശ്ചയമുള്ളവരായി തീരേണ്ടതിന് വേണ്ടി അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിനായിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവനെ തന്നെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹിതമൊക്കെ മാറ്റിവെച്ച് സമർപ്പിക്കണം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണല്ലോ, നിങ്ങളിൽ ആരെങ്കിലും ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എൻ്റെ നാമനിമിത്തം നിങ്ങൾ ജീവനെ കളയുന്നുവെങ്കിൽ അതിനെ രക്ഷിക്കും. പ്രിയമുള്ളവരെ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു ദൈവദാസനുണ്ട്. ഞാൻ തിയോളജിയൊക്കെ പഠിക്കുന്ന സമയത്ത് വായിച്ചതായിട്ടുള്ള ദൈവദാസനാണ് ഡീറ്റ്രിച്ച് ബോൺഹോഫർ എന്ന് പറയും. അദ്ദേഹം ജർമ്മനിയിൽ നാസി കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായ ഒരു വലിയൊരു തിയോളജിയനാണ്. അദ്ദേഹത്തിൻ്റെ തിയോളജിയൊക്കെ ധാരാളം ഇന്ന് ദൈവശാസ്ത്രം പഠിക്കുന്നവർ, PhD ഒക്കെ എടുക്കുന്നവരൊക്കെ അതൊക്കെയാണ് പഠിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതായ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, അതൊക്കെ വളരെ ആഴമായിട്ടുള്ള സത്യങ്ങൾ പറയുന്നതായിട്ടുള്ള ഒരു പുസ്തകമാണ്. അദ്ദേഹം അന്ന് നാസി പട്ടാളക്കാരെ, നാസി ആളുകൾ ഇദ്ദേഹത്തെ പിടിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് കണ്ടപ്പോൾ ഇവിടെ ന്യൂജേഴ്സിയിലുള്ള പ്രിൻസ്റ്റൺ തിയോളജിക്കൽ സെമിനാരി അദ്ദേഹത്തിന് ഒരു വിസയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, താങ്കളെ ഇവിടെ പ്രൊഫസറായിട്ട് വരണം, ഒരു വലിയ തിയോളജിയനാണ്, ഇവിടെ പ്രൊഫസറായിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എൻ്റെ ജനത്തിനോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. എനിക്ക് ഈ തിയോളജിയൊക്കെ പറഞ്ഞതിന് ശേഷം സുഖമായിട്ട് അമേരിക്കയിൽ വന്ന് ജീവിക്കേണ്ട, എൻ്റെ ജനത്തിനോടൊപ്പം, അദ്ദേഹം ഒരു പാസ്റ്ററായിരുന്നു, എൻ്റെ ജനത്തിനോടൊപ്പം ഞാൻ കർത്താവ് എനിക്ക് തരുന്ന കഷ്ടത അനുഭവിക്കുന്നതെങ്കിൽ ഞാൻ കഷ്ടം അനുഭവിച്ചുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. ജർമ്മനിയിലെ നാസി ഭരണകൂടം അദ്ദേഹത്തെ പിടിച്ച് തടങ്കലിലാക്കി. അങ്ങനെ അദ്ദേഹം തടങ്കലിൽ കിടന്ന് മരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ മരണം എത്രയോ പേർക്ക് കർത്താവിനെ സ്വീകരിക്കുന്നതിനും കർത്താവിൻ്റെ പാതയിൽ വരുന്നതിനും ഉത്തേജനമായി തീർന്നു. അതുകൊണ്ട് ദൈവഹിതം മനസ്സിലാക്കുന്നതിന് വേണ്ടി, ആ കർത്താവ് പറഞ്ഞതുപോലെ ദൈവഹിതത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെയും ജീവനെയും ഒക്കെ സമർപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, പ്രിയമുള്ളവരെ, നമ്മൾ ഉപവാസം എടുക്കുന്നത് ദൈവഹിതം അറിയുന്നതിന് വേണ്ടിയാണോ? എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ പോരാടുന്നത് നിങ്ങൾ ദൈവഹിതത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിശ്ചയമുള്ളവരായി തീരണം, അതിനുവേണ്ടിയാണ് അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നത്. നമ്മൾ ആർക്കെങ്കിലും വേണ്ടി നമ്മുടെ
സഭയിലുള്ളവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി കർത്താവെ ദൈവഹിതം എന്താണെന്ന് അവരുടെ ജീവിതത്തിൽ ഒന്ന് കാണിച്ചു കൊടുക്കണേ. അതിനുവേണ്ടി ഞാൻ 21 ദിവസം ഉപവാസം ഇരിക്കാൻ പോവാന്ന് ആരെങ്കിലും പറയുന്നത് നമ്മളധികം കേട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. നമ്മൾ ഉപവാസം എടുക്കുന്നത് നമ്മുടെ കാര്യം സാധിക്കാനും പാസ്സാകാനും അല്ലെങ്കിൽ വിവാഹം നടക്കാനും. അത് തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാൻ എനിക്ക് അതിനുള്ള കഴിവില്ല, ഞാനതിന് പറയുകയല്ല. പക്ഷേ കർത്താവ് പറഞ്ഞത് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നതും ദൈവഹിതത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരുന്നതിനും ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരുന്നതുമാണ്. കർത്താവ് ഉപവാസം എടുത്തത് അതിനു വേണ്ടിയാണ്. നമുക്കറിയാം കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചത് ദൈവഹിതം മനസ്സിലാക്കി ആ പിതാവ്, പിന്നീട് കർത്താവ് പറയാണ്, പിതാവ് കാണിക്കുന്നത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ കാണിക്കുന്നുള്ളൂ, പിതാവ് എന്നോട് പറയുന്നത് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ, പിതാവിൻ്റെ ഇഷ്ടം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, ഞാൻ സ്വയമായി ഒന്നും പറയുന്നില്ല, പിതാവ് എനിക്ക് കാണിച്ചു തരുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നീട് എന്താണ് കർത്താവ് പറയുന്നത്? എൻ്റെ ആഹാരം എന്താണ്? നമുക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്താണ്? ആഹാരമാണ്. ആഹാരത്തിന് വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും അധ്വാനിക്കുന്നതും ഒക്കെ. എന്നാൽ കർത്താവ് പറയുകയാണ്, എൻ്റെ ഹിതം എന്താണ്? ശിഷ്യന്മാർ പറഞ്ഞു, ആഹാരം കൊള്ളാനായിട്ടൊക്കെ പോയിട്ട് വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു ആഹാരമായിട്ട് നിങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം കർത്താവ് പറയാം, ഇല്ല, നിങ്ങൾ അറിയാത്തൊരു ആഹാരം എനിക്കുണ്ട്. എന്താണ് ആഹാരം? കർത്താവ് പറയാണ്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. അതിൽ കൂടുതലായ ഒരു ആഹാരം എനിക്കില്ല. പ്രിയമുള്ളവരെ, നമുക്കങ്ങനെ പറയാൻ കഴിയുമോ? എന്നെക്കുറിച്ചുള്ള ദൈവഹിതം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം എന്ന്. ആ കർത്താവുമായിട്ടുള്ള ആ ദൈവഹിതം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? കർത്താവിൻ്റെ സന്നിധിയിൽ, പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾ സമയം ചെലവഴിക്കുമ്പോഴാണ് ദൈവഹിതം നമുക്ക് മനസ്സിലാക്കുന്നത്. കർത്താവ് പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന ദേശത്ത് എന്ന് തനിയെ അവൻ പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരൊക്കെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അവരെ ഒന്നും ഉണർത്താതെ അവൻ തനിയെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ഉണർന്ന് എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന ദേശത്ത് എന്ന് അവൻ തനിയെ പ്രാർത്ഥിച്ചു. എന്തിനാണ്? പിതാവുമായിട്ടുള്ള സംസർഗത്തിൽ സമയം ചെലവഴിക്കുകയാണ്. പൗലോസ് പറയാണ്, ഇടവിടാതെ നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, ഇടവിടാതെ പിതാവുമായിട്ടുള്ള ആ സംസർഗത്തിൽ നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ ഒരാളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോഴാണ് ആളിൻ്റെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. നമുക്കറിയാം, ചില ഭാര്യ ഭർത്താവൊക്കെ ഇവിടെയും നാട്ടിലും ഒക്കെ കണ്ടിട്ടുണ്ട്. 50 വർഷം, എൻ്റെ മാതാപിതാക്കൾ തന്നെ ഏതാണ്ട് 50-55 വർഷം ഒരുമിച്ച് ജീവിച്ചു. അത്രയും നാളൊക്കെ 50-60 വർഷമൊക്കെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ കൂടെയുള്ള ആളിൻ്റെ സകല ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ കൂടുതൽ സമയം ഒരുമിച്ച് ചെലവഴിക്കുമ്പോഴാണ് നമുക്ക് മറ്റൊരാളിനെ അറിയുകയും ആളിൻ്റെ ഇഷ്ടമൊക്കെ മനസ്സിലാക്കുകയും ചെയ്യാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, ഭാര്യ ഭർത്താക്കന്മാർ വളരെ അടുപ്പമുള്ളവരാണെങ്കിൽ ആ ഒരാളിൻ്റെ ഇഷ്ടം, ഭർത്താവിൻ്റെ ഇഷ്ടം ഭർത്താവ് പറയണ്ട, ഭർത്താവ് പറയാതെ തന്നെ ഭാര്യയ്ക്ക് മനസ്സിലാകും ഈ സമയത്ത് എന്താണ് എൻ്റെ ഭർത്താവിന് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ എന്താണ് ആ ഭർത്താവിന് വേണ്ടത് എന്ന് മനസ്സിലാക്കി ഭർത്താവ്, അല്ല എനിക്കൊരു ചായ കൊണ്ടുപോവാ, അല്ലെങ്കിൽ എനിക്കൊരു ഇത് എന്നൊന്നും പറയണ്ട, പറയാതെ തന്നെ ആ സമയമാകുമ്പോൾ ഭാര്യ മനസ്സിലാക്കി ചെയ്യും. ചില സ്നേഹിതരാണെങ്കിൽ പോലും അന്യോന്യം അത്രമാത്രം അടുപ്പമുണ്ടെങ്കിൽ എന്താണ് ഇഷ്ടമെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടി വരും, എന്താ ചെയ്യേണ്ടത്, എന്തോ വേണം, അല്ലെങ്കിൽ എന്താ വേണ്ടിയെന്ന് വെച്ചാൽ പറ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇഷ്ടം മനസ്സിലാക്കണമെങ്കിൽ ആ ബന്ധത്തിൻ്റെ ആഴം കൊണ്ടാണ് ഇഷ്ടം മനസ്സിലാകുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ദൈവവുമായിട്ടുള്ള ആഴമായിട്ടുള്ള ആ ബന്ധം വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുന്നത്. ആ കർത്താവിൻ്റെ പരീക്ഷകൾ നമുക്കറിയാം. 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവിന് ആ ശക്തമായിട്ടുള്ള പരീക്ഷകളൊക്കെ ഉണ്ടായി. നമ്മൾ വിചാരിക്കും 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ശക്തിയൊക്കെ ഉണ്ടായി, പിന്നെ അങ്ങ് ആത്മീയമായിട്ട് അങ്ങ് വർദ്ധിച്ച് നമുക്ക് ഒരു ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 3 ദിവസം ഉപവസിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമുക്കിനി ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്ന്. എന്നാൽ 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോഴാണ് കർത്താവിന് ശക്തമായിട്ടുള്ള പരീക്ഷകളുണ്ടായത്. എന്തായിരുന്നു ആ പരീക്ഷ? തനിക്കുള്ള ദൈവികമായിട്ടുള്ള ശക്തികൾ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണോ,
അപ്പം ഉണ്ടാക്കി കഴിക്കാനായിട്ട് ആ ശക്തി ഉപയോഗിക്കണോ? അല്ലെങ്കിൽ ആ ദൈവാലയ ഗോപുരത്തിൽ നിന്ന് ചാടി അതിശയങ്ങളൊക്കെ കാണിച്ച് അതിശയങ്ങളുടെ മാർഗത്തിൽ കൂടെ ആളുകളെ ആകർഷിക്കണോ? ഇല്ല. അങ്ങനെയുള്ള മാർഗത്തിലൂടെയുള്ള ഇടുക്കുവഴിയിലൂടെയാണ് ഞാൻ ആളുകളെ ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ ആളുകളെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് കർത്താവ് തീരുമാനിച്ചത്. നമുക്കറിയാം, കർത്താവ് ചെയ്ത അതിശയ പ്രവൃത്തികളോ സൗഖ്യമാക്കിയതോ ഒന്നും ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയല്ല, വേദനയിൽ കഴിയുന്നവർക്ക് സൗഖ്യം നൽകുന്നതിന് വേണ്ടി. പലരോടും കർത്താവ് പറഞ്ഞു, ഒരു കുരുടനെ സൗഖ്യമാക്കിയിട്ട് പറഞ്ഞു, ആരോടും നീ ഇത് പറയരുത് എന്നാണ് പറഞ്ഞത്. ഇന്ന് പ്രിയമുള്ളവരെ, ഒരു സൗഖ്യം കിട്ടിയാൽ എന്താണ്, ആരോടും പറയരുതെന്നാണോ ഇന്ന് പറയുന്നത്? നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ആ ദൈവഹിതത്തിൽ നിലനിൽക്കുന്നതിനു വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇന്ന് ഇന്ന് ഈ നോർത്ത് ഇന്ത്യയിലെ സഭയൊക്കെ വളരെ കഷ്ടത്തിലൂടെയൊക്കെ പോവുകയാണല്ലോ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് കർത്താവ് ഞങ്ങളെ കൈവെടിഞ്ഞോ? നമുക്കറിയാം, യെരുശലേമിലെ സഭ വളരെയധികം കഷ്ടങ്ങളിലൂടെ പോയി. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നപ്പോഴത്തേക്ക് ആ സഭ, അവിടെ നമ്മൾ വായിക്കുന്നത്, സഭ ചിതറിപ്പോയി. അതുവരെ ആരെയും കൊന്നിട്ടില്ല. എന്നാൽ ആദ്യമായി ഒരു കർത്താവിൻ്റെ ശിഷ്യനെ അവിടെ കൊല്ലുകയാണ്. അത് വന്നപ്പോഴത്തേക്ക് ആ സഭയിലുള്ള എല്ലാവരും ഞെട്ടിത്തെറിച്ച് ആ സഭ ആകമാനം ഭയങ്കരമായ ഭീതിയിലായി. അവര് നാനാഭാഗത്തേക്കും ചിതറിപ്പോയി. അന്ന് ഉണ്ടായിരുന്ന യഹൂദന്മാരും മറ്റ് സഭയുടെ ശത്രുക്കളൊക്കെ ചിന്തിച്ചത്, സഭയെല്ലാം തകർന്നു, എല്ലാം തീർന്നു, ഇനി ഒരിക്കലും ഇവർ ഒരുമിച്ച് കൂടത്തില്ല, ഈ സഭ തകർന്നു പോയി, അതിനെ തകർത്ത് കളയാൻ നമുക്ക് കഴിഞ്ഞു എന്നാണ് അവർ ചിന്തിച്ചത്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ചിതറിപ്പോയവര് ആ ആകമാനം ശമരിയയിലും മറ്റുള്ള സ്ഥലങ്ങളിലും വിജാതീയരുടെ മധ്യത്തിലുമൊക്കെ സഞ്ചരിച്ച് അവര് സുവിശേഷം അറിയിച്ചു എന്നാണ്. ഫിലിപ്പോസ് ശമരിയയിൽ ചെന്ന് സുവിശേഷം അറിയിച്ചു. നമുക്കറിയാം, ആ യഹൂദന്മാരാരും, കർത്താവിന് ശിഷ്യന്മാരൊക്കെ യഹൂദന്മാരായിരുന്നല്ലോ, അവരാരും അന്ന് വരെ ശമരിയയിൽ പോയിട്ടില്ല. ഞങ്ങളെ വിളിച്ചത് യഹൂദന്മാർക്ക് വേണ്ടിയാ, വിജാതിയർക്ക് വേണ്ടിയല്ല എന്നൊക്കെയാണ് അവർ ചിന്തിച്ചത്. എന്നാൽ ഈ യെരുശലേമിലെ സഭയ്ക്ക് ഈ ദുര്യോഗം ഉണ്ടായപ്പോൾ, ഈ ഭയങ്കരമായിട്ടുള്ള പ്രതികൂലം ഉണ്ടായപ്പോൾ, അവര് ശമര്യയിൽ, നമുക്കറിയാം, തൊട്ടുകൂടാ, കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ തൊട്ടുകൂടാ തീണ്ടിക്കൂടാ എന്നൊക്കെ ചില ആളുകളെ, ദൈവത്തിൻ്റെ മക്കളായ ചില ആളുകളെയൊക്കെ മാറ്റി നിർത്തി ഇന്നും ചില സ്ഥലത്തൊക്കെ ഉണ്ട്. അവരെ രണ്ടാം തരം പൗരന്മാരായിട്ടൊക്കെ നമ്മൾ കാണുകയാണ്. ശമര്യക്കാരെ അങ്ങനെയാണ് അവർ കണ്ടിരുന്നത്. എന്നാൽ ഈ സഭയ്ക്ക് ഈ ദുര്യോഗം ഉണ്ടായപ്പോൾ, ഈ പ്രതികൂലം ഉണ്ടായപ്പോൾ, അവർ ഫിലിപ്പോസ് ശമര്യയിൽ ചെന്ന് സുവിശേഷം അറിയിച്ച്, നമ്മളവിടെ വായിക്കുന്നത്, അനേകർ സുവിശേഷം കൈക്കൊണ്ടു, അനേക രോഗികൾ സൗഖ്യമാക്കി, അനേകർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അനേകര് സ്നാനമെടുത്തു. ഇങ്ങനെയൊക്കെയാണ് പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ ഒരു വലിയ, ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. യെരുശലേമിലെ സഭയ്ക്ക് ഒരു പ്രതികൂലമുണ്ടായി, അവർ ചിതറിപ്പോയപ്പോൾ ശമരിയയിലെ ആളുകൾക്ക്, ആ പട്ടണത്തിന് ഒരു വലിയ സന്തോഷമുണ്ടായി. ഗോതമ്പ് മണി തനിയെ ഇരിക്കാതെ അതില്ലാതെയായി തീരുമ്പോൾ ലോകത്തിന് അത് അനുഗ്രഹമായി തീരുകയാണ്. പ്രിയമുള്ളവരെ, പോളികാർപ്പ് എന്ന് പറഞ്ഞ ഒരു വിശുദ്ധനായ സഭാപിതാവ് ഉണ്ടായിരുന്നു. 3-ാം നൂറ്റാണ്ടിലോ മറ്റോ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, ബ്ലഡ് ഓഫ് മാർട്ടിയേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദ ചർച്ച്. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ്. ഇന്ന് നോർത്ത് ഇന്ത്യയിൽ സഭയെ പീഡിപ്പിക്കുന്നെങ്കിൽ പീഡനം മാറ്റാനായിട്ടൊന്നും നമ്മൾ പ്രാർത്ഥിക്കണമെന്നില്ല, ശക്തി നൽകുവാനായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സഭയെ തകർക്കുവാനായിട്ട്, അതിനെ ഇല്ലാതാക്കി കളയാനായിട്ട് ഒരു ഗവൺമെൻറ്റിനും, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഗവൺമെൻറ് ആയിരുന്നു റോമൻ ഗവൺമെൻറ്. അന്നത്തെ ലോകത്തിലെ ഏറ്റവും ശക്തമായൊരു സാമ്രാജ്യമായിരുന്നു. അത് ശ്രമിച്ചിട്ട് പോലും ഈ മാർഗത്തെ തകർക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞു, ദൈവത്തിൻ്റെ സഭയാണ്, ഈ സഭയെ ഞാൻ പണിയും. പത്രോസിനോട് പറഞ്ഞു, നീ പാറയാകുന്നു, നിന്റെ സഭയിൽ പത്രോസ് പണിയുമെന്നല്ല പറഞ്ഞ്, നിന്റെ മേൽ, പാറയാകുന്ന പത്രോസിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ് കർത്താവ് പറഞ്ഞത്. അന്ന് ഇതുകൊണ്ട് യേശുവിനെ അനുഗമിക്കുവാനായിട്ട് ഇച്ഛിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി എന്താണ്, മുൻഗണന എന്താണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രിയമുള്ളവരെ, കർത്താവിനെ അനുഗമിക്കാനായിട്ട് അനേകം ആളുകൾ ആഗ്രഹിച്ചു.
കർത്താവ് തന്നെ പലരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനെ കുഴിച്ചിട്ടിട്ട് വരാം, എന്നിട്ട് ഞാൻ വന്ന് നിന്നെ അനുഗമിക്കാം. കർത്താവ് പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ, നീ വന്ന് എന്നെ അനുഗമിക്കുക. നമ്മൾ വിചാരിക്കും എന്തോ ഒരു കഷ്ടമാണ്, അയ്യോ പിതാവിനെ അവിടെ കുഴിച്ചിട്ടിട്ട് അല്ലെങ്കിൽ ശവസംസ്കാരത്തിലൊക്കെ പങ്കെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോലും കർത്താവ് സമ്മതിച്ചില്ലല്ലോ. എന്നാൽ അദ്ദേഹം പറഞ്ഞ എന്താണ്, പിതാവ് മരിച്ചിട്ടൊന്നുമില്ല, പിതാവ് നല്ല സുഖമായിട്ട് അവിടെ ജീവിക്കുക. പിതാവ് മരിച്ചു കഴിഞ്ഞാൽ യഹൂദന്മാർക്ക് വീതം കിട്ടണമെങ്കിൽ പിതാവ് മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇൻഹെറിറ്റൻസ്, അവരുടെ വീതം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് മുടിയൻ പുത്രൻ ചെന്ന് പിതാവിനോട് പറയുക, എനിക്ക് തരാനുള്ളത് തരണമെന്ന് പറയുമ്പോൾ, നീ മരിച്ചവനാ, നീ എൻ്റെ പിതാവാണേലും നീ എനിക്ക് മരിച്ചവനെ പോലെയാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ മനുഷ്യൻ പറയുക, എൻ്റെ പിതാവ് ജീവിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി പിതാവ് മരിച്ച് എനിക്ക് കിട്ടാനുള്ള വീതമൊക്കെ കിട്ടി, അതൊക്കെ വിറ്റ് ഞാൻ ബാങ്കിലുമൊക്കെ ഇട്ട് എല്ലാം എനിക്ക് ഞാൻ ഉപയോഗിച്ചിട്ട് എന്നിട്ട് ഞാൻ വരാം എന്ന് പറയുകയാണ്. കർത്താവ് പറഞ്ഞു, വേണ്ട, അങ്ങനെയുള്ളവന് നീയും മരിച്ചവനാണ്, നീയും മരിച്ചവനെ പോലെ പൊക്കൂ എന്ന് കർത്താവ് പറയുകയാണ്. പ്രിയമുള്ളവരെ, പിന്നീട് നമുക്കറിയാം കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ആ ഉപമയിൽ എല്ലാവരെയും ചെന്ന് വിളിക്കുകയാണ്. ആ വിരുന്നിന് സംബന്ധിക്കാനായിട്ട് രാജാവ് ഒരു വലിയ വിരുന്നൊരുക്കിയതിന് ശേഷം എല്ലാവരെയും വിളിക്കുമ്പോൾ ഒരാൾ പറയുക, എനിക്ക് ഒരു നിലം ഞാൻ മേടിച്ചു, അതുകൊണ്ട് അത് പോയി കാണണം, അതുകൊണ്ട് ഇന്ന് വരാൻ പറ്റത്തില്ല, നാളെ വരാം. വേറെ ഞാൻ വിവാഹം കഴിച്ചു, ഹണിമൂൺ ആഘോഷിക്കാൻ പോവുക, മധുവിധമൊക്കെ ആഘോഷിക്കണം, അതിൻ്റെ ഇടയ്ക്ക് എന്തോ സുവിശേഷ വേല ചെയ്യാനാ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം. കർത്താവ് പറഞ്ഞ അങ്ങനെയുള്ളവർ സുവിശേഷ വേലയ്ക്ക് ആവശ്യമില്ല എന്നാണ് പറഞ്ഞു. ഒരു തിടുക്കത്തോടു കൂടിയാണ് എപ്പോഴും സുവിശേഷ വേലയ്ക്ക് പോകുന്നത്. പ്രിയമുള്ളവർ, നമുക്കറിയാം പഴയ നിയമ പ്രവാചകനായിരുന്ന എലീശ കാണിച്ച എന്താണ്, ഏലിയാവ് ആ പുതപ്പിട്ട് കഴിഞ്ഞപ്പോൾ താൻ ഉഴുതുകൊണ്ടിരുന്ന കാളയൊക്കെ കൊന്ന് ആ കലപ്പ തന്നെ വെട്ടിക്കീറി യാഗം കഴിച്ച, അതാണ് എത്ര തീഷ്ണതയോടുകൂടിയാണ് അദ്ദേഹം ദൈവവേലയ്ക്ക് പോയത് എന്ന് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ ഒരു തിടുക്കമാണ് ഇന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയൊക്കെ, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും ആ തിടുക്കത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ഈ ഒരു സാക്ഷ്യം കൂടെ ഈ കൂട്ടത്തിൽ പറയാമെന്നാണ് ചിന്തിച്ചത്. എന്നാൽ നമ്മുടെ സമയം മിക്കവാറും ഒക്കെ പോയിരിക്കുകയാണ്. ഞാൻ മാർത്തോമക്കാരനായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ആത്മീയമായിട്ടൊക്കെ വളർന്നു വരാൻ ശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു. ഞാൻ സൺഡേ സ്കൂളിൽ 10-18 വർഷമാണ് സൺഡേ സ്കൂളിൽ പഠിച്ചത്. ശിശുവകുപ്പ്, ബാലവകുപ്പ്, കുമാരവകുപ്പ്, ജ്യേഷ്ഠ വകുപ്പ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അധ്യാപകനായി. അത് കഴിഞ്ഞിട്ട് യുവജന സഖ്യത്തിൻ്റെ എല്ലാം വളരെ സജീവമായിട്ടുള്ള പ്രവർത്തകനായിരുന്നു. പിന്നീട് കോളേജിലെ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ SCM, സ്റ്റുഡൻറ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റിൻ്റെ ഒരു വലിയ പ്രവർത്തകനായിരുന്നു. അന്ന് 2 വർഷം ഞാൻ അതിൻ്റെ പ്രവർത്തകനായിട്ട് ശക്തമായിട്ടുള്ള പ്രാർത്ഥന എല്ലാ ദിവസവും. എൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ കിടന്ന് ചാടുകയും പെൺകുട്ടികളോട് വർത്താനം പറയുക, അവരുടെ കൂടെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനവിടെ പിള്ളേരെ എല്ലാം കൂട്ടി, അല്ല സഹപാഠികളൊക്കെ കൂട്ടി പാട്ട് പാടുകയും, വരുവീനി നല്ല സമയം വൃതാവാക്കല്ലേ എന്നൊക്കെ പാട്ടുമൊക്കെ പാടി അങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണ്. പിന്നീട് അങ്ങനെ എനിക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉള്ളതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു, നമുക്ക് ഒരാൾ ദൈവവേലയ്ക്ക് പോകണം. അന്ന് ദൈവവേല എന്ന് പറഞ്ഞാൽ അച്ഛനാകുക എന്നുള്ളത്, അല്ലാതെ ഒരു ദൈവവേലയില്ലല്ലോ. 10-40 വർഷം മുമ്പിലത്തെ കാര്യമാണ്, 10-35 വർഷം മുമ്പിലത്തെ കാര്യമാണ്. അങ്ങനെ അച്ഛനാകാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവുകയാണ്. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ മാതാപിതാക്കൾ 2 പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്നാൽ അവരങ്ങനെ ഇരുന്ന്, എൻ്റെ ദൈവമേ, എൻ്റെ മകന് സുവിശേഷ വേലയ്ക്ക് പോകുന്നു, ദൈവഹിതം എന്താണെന്നൊക്കെ ഇരുന്ന് ശക്തമായി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയൊന്നുള്ളൊരു രീതി മാർത്തോമാ സഭയിൽ അന്നില്ലല്ലോ. എന്നാൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ നമുക്കറിയാം. ഹന്ന ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് ശമൂവേൽ പ്രവാചകൻ ഒരു വലിയ പ്രവാചകനായി തീർന്നത്. അതുകൊണ്ട് അങ്ങനെ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അച്ഛനാകാനായിട്ട് പോയി. എന്നാൽ പ്രിയമുള്ളവരെ, അന്നും ഇന്നും പലരും അച്ഛനാകുന്നത് എന്താണ്, സമൂഹത്തിൽ നല്ല മാന്യത കിട്ടും, എല്ലാവരും താഴെ ഇരിക്കുമ്പോൾ നമുക്ക് കസേരയിൽ ഇരിക്കാം, അല്ലെങ്കിൽ ഒരു കുപ്പായമൊക്കെ ഇട്ടുകൊണ്ട് പോകാം, എന്നിട്ട് എല്ലായിടത്തും മുൻപന്തിയിലാണ് എല്ലായിടത്തും കിട്ടുന്ന എൻ്റെ ഒരു സ്നേഹിതന്. എന്നിട്ട് അങ്ങനെ പോയി ഞാൻ റാന്നിയിലൊക്കെ ഉള്ള മാർത്തോമാ ചർച്ചകളിലൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം അന്ന് അച്ഛനാകാനായിട്ട് എന്നെ 3 പേരെയും അവർ പറഞ്ഞു, ഇല്ല ഇപ്പോഴല്ല, ഇപ്പോഴച്ഛനാകണ്ട, അടുത്ത പ്രാവശ്യം ആകാം, പിന്നെ ആകാമെന്നൊക്കെ പറഞ്ഞ് അതൊരു ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് ഞാൻ
ഞാൻ അതിൽ നിന്ന് മാറിപ്പോയി. പിന്നീട് മാർത്തോമാ സഭയിലെ കൂറിലോസ് തിരുമേനി വളരെ പ്രാവശ്യം ഞാൻ തിരുമേനിയോട് തിരുമേനി എന്നോട് പറഞ്ഞു എൻ്റെ കൂടെ വാന്ന് പറഞ്ഞു 1-2 ദിവസം അന്ന് 10-30 വർഷം മുമ്പ് 35 വർഷം മുമ്പ് ഞാൻ തിരുമേനിയോട് ഒരുമിച്ച് 1-2 ദിവസം യാത്ര ചെയ്യുകയും തിരുമേനിയോട് കൂടെ അവിടെ അരമനയിൽ പോയി താമസിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. തിരുമേനി എന്നെ വളരെയധികം നിർബന്ധിച്ചു, ഈ വേലയിലേക്ക് വരണം, ഈ അച്ഛനാകാൻ വരണം. പക്ഷേ എന്തോ ദൈവഹിതം അതല്ലായിരുന്നു. തിരുമേനിയൊക്കെ എനിക്ക് വലിയ ബഹുമാനം, ഇന്നും എനിക്ക് ബഹുമാനമൊക്കെയാണ്. എന്നാൽ ഞാൻ ചിന്തിച്ച എന്താണ്, ഞാൻ പിന്നീട് 5 വർഷം ഞാൻ ദോഹയിൽ ഞാൻ ജോലി ചെയ്തത്. ദോഹയിൽ ജോലി ചെയ്യാൻ പോയപ്പോൾ ഞാനൊരു ഷെയ്ക്കിൻ്റെ അക്കൗണ്ടൻ്റായിട്ടൊക്കെയാണ് ജോലി ചെയ്തത്. ആ ഷെയ്ക്ക് ഇടുന്നത് കുപ്പായമാണ്. അപ്പോൾ ഞാൻ കണ്ടു ഈ അച്ഛന്മാരിടുന്ന കുപ്പായം ഷെയ്ക്ക് ഇടുന്ന കുപ്പായമാണ് അച്ഛന്മാരല്ലോ ഇടുന്നത്. എന്നാൽ ദൈവവേലയൊക്കെ ചെയ്യുന്നത് നല്ല കാര്യം. ഞാനന്ന് ചിന്തിക്കുകയായിരുന്നു, ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഞാൻ അന്ന് അച്ഛനായിരുന്നെങ്കിൽ 35 വർഷം എന്ന് പറയുമ്പോൾ 10-15,000 ഞായറാഴ്ച 10-15,000 പ്രസംഗം ചെയ്യേണ്ട സമയം കഴിഞ്ഞു പ്രിയമുള്ളവരെ. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു സ്നേഹിതന് ഇങ്ങനെ സാക്ഷ്യം പറയുന്നത് കേട്ടു. അദ്ദേഹം അച്ഛനായിരുന്നു, 35 വർഷത്തെ സർവീസുള്ള ഒരു അച്ഛൻ. അദ്ദേഹം പറയുകയാണ്, എനിക്ക് അച്ഛനാകാൻ വലിയ കൊതിയായിരുന്നു. ഞാൻ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ, ഒരു ബാലനായിട്ടിരിക്കുമ്പോൾ ചിരട്ടയൊക്കെ എടുത്ത് ധൂപക്കുറ്റിയൊക്കെ ഇങ്ങനെ വീശിക്കൊണ്ട് നടക്കുമായിരുന്നു. പ്രിയമുള്ളവർ, എനിക്ക് അങ്ങനെ ധൂപക്കുറ്റി വീശണമെന്നോ കുപ്പായം ഇടണമെന്നോ എനിക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇത് പറയാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ മാറ്റിയില്ല. ഇവിടെ വന്നതിന് ശേഷവും ഇവിടുത്തെ എപ്പിസ്കോപ്പൽ ചർച്ചിൽ, ആംഗ്ലിക്കൻ ചർച്ചിൽ അച്ഛനാകാനായിട്ട് ഞാൻ പോയി. അതിനുവേണ്ടി വർഷങ്ങളൊക്കെ ഞാൻ പോയി. അത് പിന്നീട് ലൂതറൻ ചർച്ചിൽ ഞാൻ അച്ഛനാകാനായിട്ട് പോയി. എന്നാൽ അതൊന്നും ദൈവഹിതമല്ലായിരുന്നു. ഞാൻ ഒരു പാസ്റ്ററാകും, അസംബ്ലി സ്കൂളിലെ പാസ്റ്ററാകാനായിട്ട് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചതല്ല, ആകുമെന്ന് ഞാൻ ചിന്തിച്ചതുമല്ല. എന്നാൽ വർഷങ്ങളിലൂടെ കർത്താവ് എന്നെ ഓരോരോ സാഹചര്യങ്ങളിലൂടെ കൊണ്ടുപോയി. ഞാൻ ഓൾമോസ്റ്റ് 10 വർഷമായിട്ട് ഇന്ന് അസംബ്ലി സ്കൂളിലെ ഒരു പാസ്റ്ററായിട്ട് ഞാനായിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഹിതം നമ്മൾ ഇല്ലെങ്കിൽ കർത്താവിൻ്റെ അഹിതത്തിലൂടെ നമ്മളെ വ്യത്യസ്തമായ തിക്തമായ പാതകളിൽ കൂടെ കൊണ്ടുപോയി കർത്താവിൻ്റെ ഹിതത്തിലേക്ക് നമുക്ക് ആ കർത്താവിൻ്റെ ഹിതം ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഹിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ദൈവഹിതം എന്താണെന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നതിന് നമ്മെ തന്നെ സമർപ്പിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ചില ഉദാഹരണങ്ങൾ കൂടെ ഒക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവ് ചെയ്താണ്, നീ നിനക്കായി തന്നെ, യെരമ്യാ പ്രവാചകനോട് പറഞ്ഞു, നീ നിനക്കായി തന്നെ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കരുത്. നിന്റെ ജീവിതത്തെ നീ കളയുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് കർത്താവിന് സാധിക്കും. അതുകൊണ്ട് ഇന്ന് ഈ കർത്താവിൻ്റെ ക്രൂശുമരണത്തെയൊക്കെ ആചരിക്കുന്നതായിട്ടുള്ള ഈ സമയത്ത് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നിങ്ങൾക്ക് മക്കളുള്ളവരൊക്കെ ചിന്തിക്കും, എൻ്റെ മോൻ ഡോക്ടറാണ്, എൻ്റെ മോൻ അമേരിക്കയിൽ പോകണം. പ്രിയമുള്ളവരെ, അമേരിക്കയിൽ വരണമെന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ ഗൾഫിലൊക്കെ പോയി അമേരിക്ക എന്ന് കേട്ടാൽ നാട്ടിലുള്ളവർക്ക് അന്ന് കാലത്ത് 10-35 വർഷം അതൊരു സ്വർഗം പോലാന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് സ്വർഗമല്ല. ചിലർ ഇവിടെ വന്നു കഴിയുമ്പോൾ രാവിലെയും 2-3 ഷിഫ്റ്റൊക്കെ എടുത്ത് ജോലി ചെയ്യുക. അപ്പോഴാ ഇത് സ്വർഗമല്ല, നരകം പോലാണെന്ന് അന്നേരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ നിത്യജീവൻ അവകാശികളായി തീരുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള സ്വർഗരാജ്യം. അതുകൊണ്ട് നമ്മെ തന്നെ ഈ വചനത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. തന്നെ ത്യജിക്കുന്നവൻ, തൻ്റെ ജീവനെ രക്ഷിക്കുന്നവൻ അതിനെ കളയും. തൻ്റെ ജീവനെ സുവിശേഷത്തിന് വേണ്ടി ത്യജിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ഒരു കോതമ്പ് മണി തനിയെ ഇരിക്കുന്നു എങ്കിൽ ഒരു കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ ഈ വചനങ്ങൾ കേട്ട് നമ്മുടെ ക്രൂശ് എടുത്ത്, കർത്താവ് പറഞ്ഞ ഇതാണ്, നിന്നെ തന്നെ ത്യജിച്ച് നിന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക. നമുക്കാർക്കും കർത്താവിൻ്റെ ക്രൂശ് എടുക്കാനായിട്ട് കഴിയത്തില്ല.
നമ്മുടെ ക്രൂശ് എടുത്ത് ഈ സുവിശേഷത്തിന് വേണ്ടി നമ്മെ തന്നെ ത്യജിച്ച് കർത്താവിന് വേണ്ടി നമ്മെ സമർപ്പിക്കാം. അതിന് കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മെ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.